الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള അധ്യായം എന്ന് പറയുന്നത് ബാബുൽ മദി വഗൈരിഹി എന്ന അധ്യായമാണ്. അഥവാ കിതാബ് തഹാറയിലെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട മസ്അലകളിൽ അദ്ദേഹം കൊടുത്ത അധ്യായം ബാബുൽ മദി വഗൈരിഹി, മദിയും അതുപോലെയുള്ള കാര്യങ്ങളുടെയും ഹുക്കുമ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം എന്നതാണ്. അതിനോടൊപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അവസാനം അതൊന്നുകൂടി ആവർത്തിക്കാം. അടുത്ത ഹദീസ് عن أم قيس بنت محسن الأسدية أنها أتت بابن لها صغير لم يأكل الطعام إلى رسول الله صلى الله عليه وسلم فأجلسه في حجره فبال على ثوبه فدعا بماء فنضحه على ثوبه ولم يغسله. ഒരു ഹദീസ് കൂടി വായിക്കാം, കാരണം ഇത് രണ്ടിന്റെയും ഹുക്മ് ഒന്നു തന്നെയാണ്. അടുത്ത ഹദീസ് عن عائشة أم المؤمنين رضي الله عنها أن النبي صلى الله عليه وسلم أتي بصبي فبال على ثوبه فدعا بماء فأتبعه إياه ولمسلم فأتبعه بوله ولم يغسله. ഈ ഹദീസുകളിൽ വിശദീകരിക്കുന്നത് ചെറിയ കുട്ടികൾ അവരുടെ മൂത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അഥവാ ചെറിയ കുട്ടികൾ ആൺകുട്ടികളാണ് എങ്കിൽ, ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത, തന്റെ പ്രധാനപ്പെട്ട ഭക്ഷണം പാല് മാത്രമായി കഴിക്കുന്ന ആൺകുട്ടികളാണ് എങ്കിൽ അവരുടെ നജസ് കഴുകുന്നതിൽ ചില ഇളവുണ്ട്. അതുമായി ബന്ധപ്പെട്ട രണ്ട് ഹദീസുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നജാസത്തുകളെല്ലാം ഒരുപോലെയല്ല. നജാസത്തുകളെല്ലാം തന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒഴിവാക്കേണ്ടതുണ്ട്. നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണത്. എന്നാൽ നജാസത്തുകൾ ചിലത് കടുത്തതുണ്ട്. നജാസത്തുൽ മുഗല്ലള, നായയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ പറഞ്ഞതാണ്. നായയുടെ ഉമിനീരും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം കടുത്ത നജസാണ്. അതുകൊണ്ട് തന്നെ അത് 7 തവണ കഴുകേണ്ടതുണ്ട്. അതിലൊന്ന് മണ്ണുകൊണ്ട് കഴുകണം. പിന്നീട് സാധാരണയുള്ള എല്ലാ നജാസത്തുകളും ഉൾപ്പെടും. എന്നാൽ നജാസത്തുൽ മുഖഫഫ, മൂന്നാമതായി ഉള്ളത് വളരെ നേർത്തതായ നജസുകളാണ്. അതിൽ 2 എണ്ണമാണുള്ളത്. ഒന്ന് മദ്യി, 2 അൽ ബൗലുൽ ഗുലാം, ബൗലുൽ ഗുലാമില്ലദി ലം യഅകുലി ത്വആം, ഭക്ഷണം കഴിക്കാത്തതായ ആൺകുട്ടികളുടെ മൂത്രം. മദിയും ഭക്ഷണം കഴിക്കാത്തതായ ആൺകുട്ടികളുടെ മൂത്രവും ഇത് രണ്ടും നജാസത്തുൻ മുഖഫഫയാണ്. അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയാക്കുന്നതിൽ ചില ഇളവുകളുണ്ട്. അതെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്, എന്തൊക്കെയാണ് ആ ഇളവുകൾ, അതൊക്കെയാണ് ഈ ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ്, അത് റിവായത്ത് ചെയ്തു വരുന്നത് ഒരു സഹാബി വനിതയാണ്, ഉമ്മു ഖൈസ് ബിൻത് മിഹ്സൻ അൽ അസദിയ റളിയല്ലാഹു അൻഹ. ഒരുപക്ഷെ ഇവരെക്കുറിച്ച് അധികം നമുക്കറിയില്ലെങ്കിലും ഇവരുടെ സഹോദരനെ കുറിച്ച് നമുക്ക് പലർക്കും അറിയുന്നതായിരിക്കും. ഉഖാശ ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് കിതാബ് തൗഹീദിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സഹാബിയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 ആളുകൾ അവർക്ക് യാതൊരു ശിക്ഷയോ വിചാരണയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞു. അവർ റുഖ്യ ചെയ്യുന്ന വിഷയത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ വിശേഷണങ്ങൾ പറഞ്ഞു. നമ്മൾ ആ ഹദീസിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അതിൽ അവസാനത്തിൽ ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ അകൂന മിൻഹും, അല്ലാഹുവിന്റെ റസൂലെ, ആ 70,000 ഉൾപ്പെടാൻ താങ്കൾ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, നീ അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അഥവാ ഭൂമിയിൽ നിന്ന് തന്നെ സ്വർഗാവകാശികളിൽ പെട്ടവനാണ് എന്ന് അറിയിക്കപ്പെട്ട വളരെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു സഹാബിയാണ് ഉഖാശതു ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു. വേറൊരാൾ വന്നു ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടിയും കൂടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉഖാശ, ഉഖാശ നിന്നെ മുൻകടന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. ഇനി ആളുകൾ, ഓരോ ആളുകളും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു വരാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരിക്കാം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. പിന്നീട് എന്ത് തന്നെയായാലും ആ ഒരു വാക്ക് സബഖക ബിഹാ ഉഖാശ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്
അറബികൾക്കിടയിൽ അതൊരു ചൊല്ലായി മാറിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ രണ്ടാളുകൾ ഒരു കാര്യത്തിന് വന്നാൽ അതിൽ ആദ്യം ഒരാൾ അത് നേടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ പിന്നീട് വന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സബഖക ബിഹാ ഉക്കാശ. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കഴിഞ്ഞ ഹദീസുകളെല്ലാം ഹിഫ്ലാക്കി എന്നെ ആദ്യം കേൾപ്പിക്കുന്ന ആൾക്ക് ഞാൻ 10,000 രൂപ തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ വന്ന് എന്നെ കേൾപ്പിച്ചു, അത് മറ്റേയാൾ അറിയില്ല. രണ്ടാമത്തെ ഒരാൾ ഓടി വന്നാൽ ഞാൻ ആ വ്യക്തിയോട് പറയും സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു. അഥവാ ആദ്യം ഒരാൾ കൊണ്ടുപോയി എന്നർത്ഥത്തിൽ. അങ്ങനെ വരെ അത് പിന്നീട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇത് അദ്ദേഹത്തിന്റെ സഹോദരിയാണ്, ഉമ്മു ഖൈസ് ബിൻത് മിഹ്സൻ അൽ അസദിയ റളിയല്ലാഹു അൻഹ. അവർ പറയുകയാണ്, അന്നഹ അതത് ബിബ്നിൻ ലഹാ സഗീരിൻ. അവർ ഒരിക്കൽ അവരുടെ ചെറിയൊരു കുട്ടിയുമായി, ആൺകുട്ടിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. ലം യഅകുലി തആം, ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാത്ത അഥവാ പാല് മാത്രം കുടിക്കുന്ന കുട്ടിയാണ്. ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവർ കൊണ്ടുപോയി. ഫഅജ്ലസഹു ഫീ ഹിജ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലേക്ക് ആ കുട്ടിയെ ഇരുത്തുകയും ചെയ്തു. ഫദാല അലാ സൗബി, ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗബിൽ, വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു. ഫദഅ ബിമാഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫനളഹു അലാ സൗബി, പിന്നീട് ആ വെള്ളം എടുത്ത് അതിൽ കുടയുകയും ചെയ്തു. വലം യഗ്സിൽഹു, പ്രത്യേകം എടുത്തു പറഞ്ഞു. വലം യഗ്സിൽഹു, അത് കഴുകിയിട്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുകയും ഉണ്ടായി. അഥവാ ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്, ഭക്ഷണം കഴിക്കാത്ത, പാല് കുടിക്കാത്ത ഇത്തരത്തിലുള്ള കുട്ടികൾ അവരുടെ നജസ്, അവരുടെ മൂത്രം അത് നജസാണ്, അതിൽ സംശയമില്ല. അതുകൊണ്ടാണ് കഴിക്കുന്നത്. നജസ് അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടതായിരുന്നു, നജസാണ്. പക്ഷേ അത് സാധാരണ നജസല്ല, അത് മുഖഫഫായ വളരെ നേർത്ത നജസാണ്. അതുകൊണ്ടാണ് അവിടുന്ന് വെള്ളം കൊണ്ട് കഴുകാതെ മറിച്ച് കേവലം വെള്ളം ഒന്ന് കൊടയുക മാത്രം ചെയ്തത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട മസ്അല, എത്രയാണ് ഒരു കുട്ടിയുടെ എത്ര പ്രായം വരെയാണ്, അതിന്റെ ഒരു ഹദ് എന്താണ്, ഒരു പരിധി എന്താണ് എന്ന് പറയുന്നു. അതിന് പ്രത്യേക ഒരു മാസത്തിന്റെ കണക്കിന്റെ ഒരു പരിധി ഇല്ല. മറിച്ച് ഒരു കുട്ടി പാല് മാത്രം കുടിക്കുന്നിടത്തോളം, പൊതുവെ അത് ഏകദേശ കണക്ക് നോക്കിയാൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു 6 മാസമൊക്കെ ആയിരിക്കും. അതോ കുട്ടി അതിന്റെ ഭക്ഷണമായി, രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ ഭക്ഷണമായി പാല് മാത്രം കുടിക്കുന്നത്. ഇതിനർത്ഥം ആ കുട്ടി എപ്പോഴെങ്കിലും ഒരു ഗുളിക കുടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖത്തിന് ചെറിയൊരു ഗുളിക കുടിച്ചു, അതല്ലെങ്കിൽ തേനോ മറ്റോ എന്തെങ്കിലും ആവശ്യത്തിന് നാവിലാക്കി കൊടുത്തു, ഒരു ചികിത്സക്കൊക്കെ വേണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതതിൽ പെടുന്നില്ല. കാരണം അതൊരു ഭക്ഷണമായി സ്വീകരിച്ചതല്ല, മറിച്ച് അത് ഒരാവശ്യത്തിന്, പ്രത്യേക ആവശ്യത്തിന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ മൂത്രം നജസാകുന്നില്ല. മറിച്ച് ആ കുട്ടി ഭക്ഷണം കൊണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ കഞ്ഞിയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്താണോ കൊടുക്കുന്നത്, ആളുകൾ കൊടുത്തു തുടങ്ങുന്ന, അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കൊടുത്തു തുടങ്ങുന്ന പ്രായം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഹുക്കുമില്ല. അതല്ല എങ്കിൽ ആ കുട്ടി പാല് മാത്രം കുടിക്കുന്ന ഈ കുട്ടിയുടെ മൂത്രത്തിന് ഈ ഹുക്കുമാണ് വരിക. അത് കഴുകേണ്ടതില്ല, മറിച്ച് അവിടെ വെള്ളം കുടഞ്ഞാൽ തന്നെ മതിയാകുന്നതാണ് എന്നാണ്. രണ്ടാമത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ഒരു മസ്അല എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ആൺകുട്ടികൾക്ക് വന്നത് എന്നാണ്. അതിൽ ധാരാളം ചർച്ചകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമതായി ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലുള്ള ആളുകൾ പറഞ്ഞത്, ഇതൊരു തഅബ്ബുദിയായ മസ്അലയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതങ്ങനെ നിശ്ചയിച്ചു തന്നു, അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീ വന്ന് ചോദിച്ചല്ലോ, എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ, എന്താണ് നമുക്ക് ഹൈൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരം കളാ വീട്ടുന്നില്ല, പക്ഷെ നോമ്പ് കളാ വീട്ടുന്നുണ്ട് അല്ലെ? നിസ്കാരമാണ് നോമ്പിനേക്കാളും ഏറ്റവും അഫ്ളലായ അമൽ അത് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ നിസ്കാരം കളാ വീട്ടേണ്ടതില്ല. 6 ദിവസത്തെ നിസ്കാരം, 7 ദിവസത്തെ നിസ്കാരം നമ്മൾ കണക്കുകൂട്ടി 30-35 നിസ്കാരം ഒരുമിച്ച് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ല. മറിച്ച് 6-7 ദിവസത്തെ നോമ്പ് റമളാനിൽ നഷ്ടപ്പെട്ടാൽ അത് കളാ വീട്ടേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടത്, നമ്മളോട് നോമ്പ് നോറ്റുകൂട്ടാൻ പറഞ്ഞു, എന്നാൽ നിസ്കാരം കളാ വീട്ടാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. വേറെ ചില പണ്ഡിതന്മാർ അതിന്റെ ഇല്ലത്ത് ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ആൺകുട്ടി, ആ കുട്ടിയുടെ മൂത്രം പെൺകുട്ടികളെക്കാളും അതൊരു സ്ഥലത്ത് ഒരുമിക്കുകയില്ല. ചെറിയ ആൺകുട്ടികളാകുമ്പോൾ അത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്തെത്തും. അപ്പൊ വലിയൊരു മശക്കത്ത്, ഒരു പ്രയാസം അത് വൃത്തിയാക്കുന്നിടത്തുണ്ടാകും. അപ്പൊ ദീനിന്റെ ഒരു പൊതു തത്വമാണ്, ഇങ്ങനെയുള്ള മശക്കകൾ ഉണ്ടാകുമ്പോൾ ദീനിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എളുപ്പം വരും. ആ ഒരു എളുപ്പത്തിൽ വന്നതാണ്. മാത്രവുമല്ല, ആൺകുട്ടികളെ ആകുമ്പോൾ ആളുകൾ പലപ്പോഴും എടുത്തു നടക്കാനും മറ്റും പുറത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ആണുങ്ങളൊക്കെ എടുത്തു നടക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാരണത്താൽ അത് അങ്ങനെ ഒരു അളവ് വന്നതാണ്. അതുപോലെ അവരുടെ മൂത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസ്അലകളും ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും
ആൺകുട്ടികളുടെ ചെറിയ ആൺകുട്ടികളുടെ മൂത്രം അത് കേവലം വെള്ളം കൊണ്ട് കുടഞ്ഞാൽ മതി, അത് പൂർണ്ണമായി കഴുകേണ്ടതില്ല. ശരി, അടുത്ത മസ്അല എന്ന് പറയുന്നത് കൈഫ യൻളഹു ബൗലുൽ ഗുലാം, ആൺകുട്ടിയുടെ മൂത്രം എങ്ങനെയാണ് കഴുകേണ്ടത്? നൾഹ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ കുടയണം? അതുപോലെ തന്നെ അതിനോടൊപ്പം ചർച്ച ചെയ്യുന്നത് വകൈഫ യൻളഹുൽ മദി, മദിയും എങ്ങനെ ചെയ്യും? കാരണം രണ്ടിനും ഒരേ ഹുക്കുമാണ്, നൾഹ് തന്നെയാണ് അല്ലെങ്കിൽ റഷ് തന്നെയാണ്, വെള്ളം കുടയിൽ തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. പണ്ഡിതന്മാർ പറയുന്നു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊരു കാര്യം ചെയ്യേണ്ടതാണ്, 4 കാര്യങ്ങൾ അതിനാവശ്യവുമില്ലാത്ത കാര്യമാണ്. 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് അന്നഹു യജിബു ഫീഹി തഅമീമുൽ മഹൽ, മുഴുവൻ സ്ഥലവും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി മൂത്രമൊഴിച്ചത് പല സ്ഥലത്തെത്തിയാൽ ഏതെങ്കിലും കുറച്ചു ഭാഗത്ത് കുടഞ്ഞാൽ പോരാ, അത് മൂത്രമായ എല്ലാ സ്ഥലത്തും എത്തേണ്ടതുണ്ട്. മതിയായാലും അങ്ങനെ തന്നെ, എവിടെയൊക്കെ മതി ഉണ്ടായ അവിടെയെല്ലാം ഈ കുടയിൽ എത്തേണ്ടതുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു അല്പഭാഗം പകുതി കുടഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല. അപ്പൊ വേണ്ട കാര്യം അതാണ്, തഅമീമുൽ മഹൽ, എല്ലാ സ്ഥലത്തും ഈ കുടയിൽ എത്തേണ്ടതുണ്ട്. രണ്ടാമത്തേത് അന്നഹു ലാ യൽസമു ഇൻഫിസാലുൽ മാഇ അനിൽ മഹല്ലി, അവിടുന്ന് വെള്ളം ഒഴുകിപ്പോകണം എന്നുള്ളത് അനിവാര്യമല്ല, നിർബന്ധമല്ല. അങ്ങനെ ഒഴുകിപ്പോകുന്നതിനാണ് കഴുകൽ എന്ന് പറയുന്നത്. അഥവാ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഇങ്ങനെ ഒഴുകിപ്പോകുന്നതിനാണ് ഗസ്ൽ, കഴുകൽ എന്ന് പറയുന്നത്. എന്നാൽ കുടയൽ എന്ന് പറഞ്ഞാൽ ആ വെള്ളം അവിടെ നിൽക്കുകയേ ഉള്ളൂ, അത് അവിടുന്ന് പോകുകയില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും. അത് ഒഴുകി ആ വസ്ത്രത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അത് നിർബന്ധമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല അവിടെ പറയുന്നത്, പക്ഷെ അത് നിർബന്ധമില്ല, അങ്ങനെ തന്നെ ചെയ്താൽ മതി. ദീനിൽ അതാണ് വന്നിട്ടുള്ളത്, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ബേജാറാകേണ്ടതില്ല, അത്രേ കുടഞ്ഞാൽ മതി, അതല്ലാതെ ഒഴുകി പോകേണ്ടതില്ല എന്നർത്ഥം. മൂന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു അന്നഹു ലാ യൽസമു ദഹാബു ഐനിൻ നജാസ, ആ നജസ് ആയിട്ടുള്ളൊരു വസ്തു ഉണ്ടാവും, ചിലപ്പോൾ കുട്ടിയുടെ മൂത്രമായാലും മൂത്രം ഉണ്ടാവും. സാധാരണ നജസ്സുകളെ സംബന്ധിച്ചിടത്തോളം ആ നജസ് മൂത്രം അതിൽ നിന്നും പോകൽ നിർബന്ധമാണ്, അതവിടെ ഉണ്ടാകാൻ പാടില്ല, അത് പോകൽ നിർബന്ധമാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ നിർബന്ധമില്ല. കാരണം നമ്മൾ വെള്ളം കുറഞ്ഞാൽ സ്വാഭാവികമായും അത് അവിടെ തന്നെ ഉണ്ട്, അത് അവിടെ നിന്ന് പോയിട്ടില്ല, കാരണം കഴുകിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് നിർബന്ധമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വസ്ത്രം എങ്ങാനും ഉണങ്ങിയതിന് ശേഷം, അത് ഈ മതിയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ധാരാളമായി മതിയുള്ള ആളുകളുടെ ഹുക്കം നമ്മൾ കഴിഞ്ഞ ഹദീസ് മനസ്സിലാക്കി. അപ്പൊ വെള്ളം കുറഞ്ഞതിന് ശേഷം പിന്നീട് വസ്ത്രം ഉണങ്ങിയാൽ അവിടെ മദീന്റെ അസർ, അതിന്റെ അടയാളം കണ്ടാൽ അത് യാതൊരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ കുട്ടിയുടെ മൂത്രത്തിന്റെ എന്തെങ്കിലുമൊക്കെ അടയാളം ഉണങ്ങിയതിന് ശേഷം കാണുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അതിന്റെ ഐനു നജാസ അവിടെ ഉണ്ടാകുന്നതിൽ തെറ്റില്ല, വെള്ളം കുടഞ്ഞാൽ മാത്രം മതി. നാലാമത്തെ കാര്യം അന്നഹു ലാ യജിബു ഫീഹി അദ്ദൽകു വലൽ അസ്ർ, നന്നായി തേച്ച് കഴുകുക, അതുപോലെ പിഴിഞ്ഞ് കഴുകുക, അസ്ർ ചെയ്യുക, ഇത് രണ്ടും ഇവിടെ ആവശ്യമില്ല. ഈ കുട്ടിയുടെ നമ്മുടെ സൗബിലായി എന്ന് കരുതുക, നമ്മുടെ ജുബയിലോ അതല്ലെങ്കിൽ സ്ത്രീകളുടെ പർദ്ദയിലോ ആയി എന്ന് കരുതുക, അത് വെള്ളത്തിന് കൊണ്ടുപോയി കഴുകി പിഴിയേണ്ടതോ അതല്ല എങ്കിൽ ആ രൂപത്തിൽ ഒരച്ചു കഴുകേണ്ടതോ ആവശ്യമില്ല. ഇത് കേവലം കുടഞ്ഞാൽ മാത്രം മതി, ഇത്രയെല്ലാം എളുപ്പമുണ്ട്. അതാണ് അടുത്ത കാര്യം. അഞ്ചാമത്തെ കാര്യം അന്നഹു യുഹ്കമു ബി തഹാറത്തിഹി വലൗ ലം യജിഫ്, അത് ഉണങ്ങിയിട്ടില്ലെങ്കിലും തഹാറത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക. അഥവാ അത് ഉണങ്ങാൻ കാത്തിക്കണ്ട എന്നർത്ഥം. ഈ വെള്ളം കുറഞ്ഞതിന് ശേഷം ആ നനവോടുകൂടി തന്നെ ഒരാൾക്ക് തഹാറത്തുള്ള ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാം ചെയ്യാം, നിസ്കരിക്കാം, യാതൊരു കുഴപ്പമില്ല, അയാൾക്ക് ഒന്ന് നിസ്കരിക്കൊക്കെ ചെയ്യാം, അത് പൂർണ്ണമായി ഉണങ്ങാൻ കാത്തു നിൽക്കേണ്ടതില്ല. അപ്പോൾ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. വാഹിദുൻ ലാസിം വഅർബഅത്തുൻ ലൈസത് ബിലാസിം, 1 വേണ്ട കാര്യം, 4 വേണ്ടാത്ത കാര്യം. ഈ 5 കാര്യങ്ങൾ, ഇതാണ് നദ്ഹും ഗസ്ലും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഗസ്ലിൽ ഇതെല്ലാം ചെയ്യേണ്ടി വരും എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അടുത്ത മസ്അല പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് ഹൽ യുഖാസു അലാ ബൗലിൽ ഗുലാമി ഗൈറുഹു അം ലാ, ഇതുപോലെ കുട്ടിയുടെ മൂത്രം പോലെ വേറെന്തെങ്കിലും കാര്യത്തിന് ഖിയാസ് ചെയ്യാൻ പറ്റുമോ, അതിന്റെ അതേ ഹുക്കുമുള്ള തുലനം ചെയ്യൽ പറ്റുമോ എന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അഥവാ ഹംബലി മദ്ഹബിലേക്കുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, ഈ ചെറിയ കുട്ടിയുടെ വായിൽ നിന്നും വരുന്ന ഛർദിലുണ്ടാകും. ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് വായിൽ നിന്നുള്ള ഛർദിൽ വരും, അതിന് അതേ ഹുക്കുമാണെന്നാണ് ഹംബലി മദ്ഹബിലെ അഭിപ്രായം. കാരണം വലിയ ആളുകളുടെ ഛർദിൽ നജസായിട്ടാണ് ഹംബലി മദ്ഹബിലുള്ളത്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള ധാരാളം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ ഛർദിൽ അത് താഹിറാണെന്നാണ്. അത് ചെറിയ കുട്ടിയെന്നോ വലിയ കുട്ടിയെന്നോ വ്യത്യാസമില്ല, അതുകൊണ്ട് അത് താഹിറാണ് എന്നതാണ് ശരിയായ അഭിപ്രായമായിട്ട് ധാരാളം പേർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഖിയാസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല, കാരണം അതെല്ലാം താഹിറാണ്. വലിയ ആളുകളുടെ ഛർദിലായാലും ശരി, ചെറിയ ആളുകളുടെ ഛർദിലായാലും ശരി, അത് നമുക്ക് അതിന്റെ ഒരു ദുർഗന്ധം അകറ്റാൻ കഴുകുക എന്നല്ലാതെ
അത് നജസാണെന്ന് പേടിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ത്വഹാറത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ടതില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഹദീസിൽ ഉള്ളത്. രണ്ടാമത്തെ ഹദീസിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തിയ ബിസ്സബിയ്യിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ഫബാല അല സൗബിഹി, അവിടുത്തെ വസ്ത്രത്തിലേക്ക് ഈ കുട്ടി മൂത്രമൊഴിച്ചു. ഫദാ ബിമാഇൻ, അവിടുന്ന് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫഅത്ബഅഹു ഇയ്യാഹ്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നതിൽ കൃത്യമായി വന്നിട്ടുണ്ട്. ഫഅത്ബഅഹു ബൗലഹു, ആ വെള്ളം കൊണ്ട് മൂത്രത്തെ അത് കഴുകിക്കളഞ്ഞു, അത് കുടഞ്ഞു കളഞ്ഞു. വലം യഗ്സിലുഹു, അത് കഴുകിയിട്ടില്ല എന്നാണ്. പ്രത്യേകിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല, അതേ കാര്യം തന്നെയാണ്. പക്ഷെ ചില ഫായിദകൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയത് ചെറിയ കുട്ടികളോട് കരുണ കാണിക്കണമെന്നാണ്. ചില ആളുകൾ ചെറിയ കുട്ടികളെ അടുപ്പിക്കുകയില്ല. അത് മെയിൻ കാരണം പറയേ ഇതായിരിക്കും, നജസ് എന്തെങ്കിലുമൊക്കെ ആകുമെന്നൊക്കെ പറഞ്ഞ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ഒരുപാട് ഉത്തരവാദിത്തമുള്ള മസ്ജിദിലെ ഇമാമാണ്, അമ്പിയാക്കളുടെ നേതാവാണ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ വന്നപ്പോൾ അതിനെ അകറ്റിക്കളഞ്ഞിട്ടില്ല. കുട്ടി വന്നാൽ സ്വാഭാവികമായും അത് മൂത്രമൊഴിക്കുമൊക്കെ എന്നറിയാം, എന്നിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം സഹാബികളായ ആളുകൾ അവർ ബറക്കത്തിനും മറ്റുമൊക്കെ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. അതുകൊണ്ട് അത് വളരെയധികം റഹ്മത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. അതിന് മൂത്രം ഒഴിച്ചതിന് ശേഷം പോലും യാതൊരു രൂപത്തിലുള്ള ഒരു നീരസവും അവിടുത്തെ സംസാരത്തിൽ നിന്നുണ്ടായിട്ടില്ല. മറിച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, ആ വെള്ളം കുടഞ്ഞ് കാണിച്ചു കൊടുത്തു, ബാക്കിയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇത് ഇത്രേ ചെയ്യാനുള്ളൂ, ഇതിൽ പ്രയാസപ്പെടേണ്ടതില്ല. ചില ആളുകൾ കുട്ടികളെ തീരെ അടുപ്പിക്കുകയില്ല, ഈ കാര്യം കുട്ടികളെ മൂത്രമൊഴിച്ചാളെയും. അതുകൊണ്ട് അത് മൊത്തം സ്ത്രീകളെ മാത്രം ഏൽപ്പിക്കുക, പുരുഷന്മാരായ ആളുകൾ ചെറിയ കുട്ടികളെ എടുക്കാതിരിക്കുക, ഇത് ശരിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കെ തന്നെ ഈ രൂപത്തിൽ കുട്ടികൾ അങ്ങേയറ്റം റഹ്മത്തോടുകൂടി പെരുമാറിയിരുന്നു. അതുപോലെ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബറക്കത്തിന് വേണ്ടി കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. അവിടുന്ന് തഹ്നീക്ക് ചെയ്തിരുന്നു, അഥവാ ഈത്തപ്പഴം അത് ചവച്ചുകൊണ്ട് കുട്ടികളുടെ വായിൽ വെച്ചു കൊടുത്തിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിന് മാത്രമാണ് ബറക്കത്തുള്ളൂ. ബാക്കിയുള്ള ആളുകളിൽ യാതൊരു ബറക്കത്തുമില്ല. അത് എത്ര വലിയ തങ്ങൾ കുടുംബമായാലും ശരി, അവരുടെ അടുക്കൽ കൊണ്ടുപോയി കുട്ടികൾക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്കുന്നതിനോ കുട്ടികൾക്കും എന്തെങ്കിലും ഈത്തപ്പഴം അരച്ചു കൊടുക്കുന്നതിനോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് അങ്ങനെയുള്ള ബറക്കത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസായിട്ടുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മനുഷ്യന്മാരുടെ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആളാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അടുക്കൽ ആരും ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവന്നതായി യാതൊരു റിപ്പോർട്ടുമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കുട്ടികൾ ആരും കൊണ്ടുവന്നിട്ടില്ല. അവർക്ക് ശ്രേഷ്ഠതയുണ്ട്, ശ്രേഷ്ഠത ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങനെ യാതൊരു സുന്നത്തുമില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള സുന്നത്താണ്. അവർ ചെറിയ കുട്ടികൾ ജനിച്ച ഉടനെ അവിടത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ കൊണ്ട് ചവച്ചരച്ച് കൊടുക്കും. ഇത് നമുക്കും ചെയ്യാവുന്നതാണ്, തഹ്നീക്ക് എന്നുള്ളത് ചെയ്യാവുന്നതാണ്. അത് അതിനൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് കടിക്കാമെന്ന് മാത്രം, അതല്ലാതെ നമ്മുടെ ഉമിനീരിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിട്ടല്ല. കുട്ടിക്ക് അത് വായിൽ വെച്ചു കൊടുക്കുന്ന സമയത്ത് അതിനൊരു മൃദുലത കിട്ടാൻ നമുക്ക് ചെയ്യാം എന്ന് മാത്രം, അതല്ലാതെ പ്രത്യേകിച്ച് ബറക്കത്ത് നമ്മുടെ ഉമിനീരിനില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീരിന് ബറക്കത്തുണ്ട് എന്നുള്ളത് ധാരാളം ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖൈബർ യുദ്ധ സമയത്ത് കണ്ണുരോഗമുണ്ടായത്, ആ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കിതാബ് തൗഹീദിൽ. ആ സമയത്ത് അദ്ദേഹത്തിന് കാണാൻ പോലും സാധിക്കുന്നില്ല, ആ രൂപത്തിൽ പ്രയാസപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അവിടുത്തെ ഉമിനീരെടുത്തുകൊണ്ട് കണ്ണിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ആ ഉമിനീർ കണ്ണിലാക്കി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു വേദനയും അവശേഷിക്കാത്ത വിധം ആ കണ്ണുരോഗം മാറുകയുണ്ടായി. പിന്നീട് ചരിത്രത്തിൽ കാണുന്നത് അലി റളിയല്ലാഹു അൻഹുവിന് കണ്ണുമായി ബന്ധപ്പെട്ട് ഒരു രോഗവും മരിക്കുന്നത് വരെ ഉണ്ടായിട്ടില്ല എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീരിന് ബറക്കത്തുണ്ട്. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. അതിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ അഹ്ലുസ് സുന്നത്തിന്റെ അഖീദക്ക് എതിരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിനും അവിടുത്തെ വേർപ്പിനും അവിടുത്തെ മുടിക്കും എല്ലാത്തിനും ബറക്കത്തുണ്ട്. സഹാബത്ത് അവിടുത്തെ മുടി അത് എടുത്ത് വെള്ളത്തിലിട്ട് അത് ആ രൂപത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നെല്ലാം കാണാൻ സാധിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകളിൽ ഒന്നും തന്നെ ഇന്നെന്നല്ല കഴിഞ്ഞ ഒരുപാട് നൂറ്റാണ്ടുകളിലായി ഒരാളുടെ കയ്യിലുമില്ല. അതുകൊണ്ട് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ അതിന് അറിയപ്പെട്ട ആളുകൾ തന്നെയാണ്, ചൂഷകന്മാരായി അറിയപ്പെട്ട ആളുകൾ മാത്രമാണ് അത് ചെയ്യുന്നത്. അടുത്ത ഹദീസ് عن أنس بن مالك رضي الله عنه قال جاء أعرابي فبال في طائفة المسجد فزجره الناس فنهاهم النبي صلى الله عليه وسلم فلما قضى بوله أمر النبي صلى الله عليه وسلم بذنوب من ماء فأهريك عليه. അടുത്ത ഹദീസ്
മസ്ജിദിൽ ഒരു അറാബി വന്ന് മൂത്രമൊഴിച്ച കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അവിടെയുള്ള എങ്ങനെയാണ് നജസ് വൃത്തിയാക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസ് ഇങ്ങനെയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, ജാ അറാബി, ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലേക്ക് വന്നു. അറാബികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ അവർ വലിയ വാദികളിൽ, താഴ്വരകളിൽ താമസിക്കുന്ന ആളുകളാണ്, അഥവാ മദീനയിൽ നിന്നും ദൂരെയായി താമസിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെട്ടതാണ് അവരുടെ പ്രവർത്തനങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അവർ അങ്ങേയറ്റം ജഹലുള്ള ആളുകളാണ്, അറിവില്ലാത്ത ആളുകളാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ ആളുകളുമായി കൂടിക്കലരുകയില്ല, ഇൽമു പഠിക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കുകയില്ല, അവർ ഒറ്റപ്പെട്ടുകൊണ്ട് മാറി നിൽക്കും. അപ്പൊ ഒറ്റപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുന്നതിൽ അത് ഇൽമുള്ള ആളുകൾക്ക് പറഞ്ഞതാണ്. ഇൽമില്ലാത്ത ആളുകൾ ഒറ്റപ്പെട്ട് മാറി നിന്നാൽ അവർക്ക് ദീനിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ അടുക്കൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠത. ആ ഇൽമില്ലാത്ത ആളുകൾ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും പോയി ഇബാദത്ത് ചെയ്താൽ അവർ പല വലാലത്തിലേക്കും എത്താൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഒറ്റപ്പെട്ടിരുന്ന് പോകുന്ന നമുക്കറിയാം, ഉസ്ലത്ത് എന്ന് പറയുന്നത് ഫിത്നകൾ നിറഞ്ഞു കഴിയുന്ന കാലത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽപ്പെട്ട ഉസ്ലത്ത്, ആളുകളിൽ നിന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിനു പറ്റിയ ഇൽമ് അവർക്ക് മുമ്പേ ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ അവർ വലിയ വലാലത്തിലേക്ക് എത്തുമെന്ന് കാണാം. ഇവിടെ അറാബികൾ അവരുടെ പൊതു സ്വഭാവം അങ്ങനെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമിന്റെ ഹലക്കുകളിൽ വന്നിരിക്കുകയില്ല. അതുകൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ചും അവർക്ക് അറിയുകയില്ല. അവർ അങ്ങനെ അൽഫജ്ഞാനികളായി, അതുപോലെ വിവരമില്ലാത്ത ആളുകളായി തുടരുക എന്നുള്ളതാണത്. അതുകൊണ്ട് അവരിൽ നിന്നും ഇതുപോലെ ധാരാളം ഉൽമകൾ, അതല്ലെങ്കിൽ വിവരക്കേടിന്റെ പ്രവർത്തികൾ അത് കാണാൻ സാധിക്കും. ഈ അറാബിയും അത് തന്നെയാണ് ഈ ഹദീസിൽ നമ്മൾ വായിക്കാൻ പോകുന്നത്. അദ്ദേഹം ചെയ്തത് എന്താണ്? ഫബാല ഫി തായിഫത്തിൽ മസ്ജിദ്, മസ്ജിദിന്റെ ഒരു ഭാഗത്ത് പോയി ഇദ്ദേഹം മൂത്രമൊഴിക്കുകയാണ്. കാരണം ജനങ്ങളുടെ ബുദ്ധിക്കും അതുപോലെ കുറച്ചെങ്കിലുമൊക്കെ വിവരമുള്ള ആളുകൾക്കെല്ലാം അറിയുന്ന, അവർക്ക് ഒരു മസ്ജിദ് പോയി, ഒരു വീട്ടിൽ പോലും ഒരാൾ അതിന്റെ ഒരു ഭാഗത്ത് പോയി മൂത്രമൊഴിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ ഭവനം എന്നറിയപ്പെടുന്ന മസ്ജിദിൽ ഇവർ പോയി മൂത്രമൊഴിക്കുകയാണ്. കാരണം അത്ര പോലും ഇവർക്ക് ഇൽമുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ ആ രൂപത്തിൽ ചെയ്തു. ഫജജറഹുൻ നാസു, ഇവിടെ നാസ് എന്ന് പറയുന്നത് സഹാബത്താണ്. സഹാബത്ത് അദ്ദേഹത്തെ വളരെ ശക്തമായി ആക്ഷേപിച്ചു, ശക്തമായി അവിടുന്ന് ശകാരിക്കുകയുണ്ടായി. ഈ സമയത്ത് ഫനഹാഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയാണ് അവിടുന്ന് വിലക്കിയത്. അത് ഇങ്ങനെ ശക്തമായി ആക്ഷേപിക്കുന്നതിന് വിലക്കുകയുണ്ടായി. വിലക്കിയത് അത് അവിടെ മൂത്രമൊഴിക്കൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാനല്ല, മൂത്രമൊഴിക്കൽ അനുവദനീയമാണ്, അതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളതിനല്ല, മറിച്ച് അവർ ആ ഉപയോഗിച്ച ശൈലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയിട്ടുള്ളത്. ഫലമ്മ ഖളാ ബൗലഹു, അദ്ദേഹം മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദനൂബിൻ മിൻ മാ, ഒരു വലിയ ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ടുവരാൻ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ഫഉഹ്രീക അലൈഹി, അതിലേക്ക് വെള്ളം കോരി ഒഴിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് തടഞ്ഞത്? നാം പറഞ്ഞു, അത് നജസല്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അതിലൊരു കുഴപ്പമില്ലാത്തതുകൊണ്ടോ പള്ളിയെ ആദരിക്കേണ്ടാത്തതുകൊണ്ടോ ഒന്നുമല്ല. പള്ളിയിൽ ഒരു ചെറിയൊരു മാലിന്യം പോലും ഇടുന്നത് വിലക്കപ്പെട്ട കാര്യമാണ്. ചെറിയൊരു മാലിന്യം പോയിട്ട് ആളുകൾക്ക് കാണാൻ ഉപദ്രവകരമാകുന്ന, കാണാൻ നമുക്ക് ഒരു മോശക്കരം തോന്നുന്ന ഒരു കാര്യം പോലും നമ്മൾ മസ്ജിദിലിടാൻ പാടില്ല. മസ്ജിദുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ് ചെയ്തത്. പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ തടഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയുന്നു 3 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്നാമതായിട്ട്, ഈ അറാബി ഇദ്ദേഹം മൂത്രമൊഴിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇയാൾക്കൊരു വറുണ്ടാകാൻ പാടില്ല, ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. കാരണം മൂത്രമൊഴിക്കുന്ന ആളെ പെട്ടെന്ന് അവിടെ തടഞ്ഞാൽ അത് പറയപ്പെടുന്നത് ശരീരത്തിനുമൊക്കെ വലിയ ദോഷമുണ്ടാകുമെന്നാണ്. മൂത്രമൊഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് തടഞ്ഞാൽ അത് വലിയ ദോഷമുണ്ടാകുമെന്നാണ്. അപ്പൊ ഒരു കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞതാണ് അയാൾക്കൊരു ദോഷമില്ലാതിരിക്കാൻ. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ലിക്കൈ ഇലാ യന്തശിറൽ ബൗൽ, മൂത്രം എല്ലായിടത്തും എത്താതിരിക്കാൻ. കാരണം പെട്ടെന്ന് ഇയാളോട് നിർത്തിയാൽ ഇയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരും. ചിലപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ മാത്രം മൂത്രമാകേണ്ടതിന് പകരം എല്ലായിടത്തേക്കും അതാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഔറത്ത് ചിലപ്പോൾ വെളിപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം മൂത്രമൊഴിക്കുന്ന സമയത്ത് ഇരുന്നോ മറ്റോ ഒക്കെ അയാൾ ഒഴിക്കായിരിക്കും. പെട്ടെന്ന് എല്ലാവരും കൂടി ശകാരിച്ച പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂത്രം അയാളുടെ വസ്ത്രത്തിലും മറ്റുമൊക്കെ ആകും, അയാളുടെ ഔറത്ത് വെളിവാകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം തഅലീഫൻ ലിഖൽബി ഹാദർ റജുൽ, ഇയാളോട് ഒരു അങ്ങേയറ്റത്തെ ഒരു കരുണ കാണിക്കുന്നതിന് വേണ്ടി, അങ്ങേയറ്റത്തെ ഒരു ഉൽഫത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പിന്നീട് കാണാനുമുണ്ട്. ഈ അറാബി ഇതിനുശേഷം അവിടുന്ന് ദുആ ചെയ്യുകയുണ്ടായി. ഈ അറാബി ആ ദുആ ശരിയാണെന്നല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ ഒരു ഹിൽമ് കാരണം, ആ ഒരു വിവേകം കാരണം ഉണ്ടായിട്ടുള്ളതാണ് ഇയാളുടെ ദുആ. ഇയാൾ ദുആ ചെയ്തു, അല്ലാഹുമ്മഗ്ഫിർ ലീ വ മുഹമ്മദ വലാ തർഹം അഹദ, അല്ലാഹുവേ വലാ തഗ്ഫിർ അഹദ, അല്ലാഹുവേ എനിക്കും മുഹമ്മദിനും നീ പുറത്തു തരണമേ,
വേറൊരാൾക്കും പുറത്തു കൊടുക്കരുത് എന്ന് ദുആ ചെയ്തു. ഇയാളുടെ ദുആ ശരിയല്ല, അങ്ങനെ ഒരാൾക്ക് പ്രത്യേകിച്ച് സഹാബത്താണ്. പക്ഷേ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല രൂപത്തിൽ ഇയാളെ പെരുമാറി. ഇത്ര വലിയ അബദ്ധം ചെയ്യുന്ന സമയത്തും അവിടെ വിവേകം കാണിക്കുക എന്നുള്ള വലിയ പാഠം ഇതിലുണ്ട്. ഒരാൾ വലിയൊരു അബദ്ധം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ അതിനേക്കാളും വലിയ അബദ്ധം പോയി ചെയ്ത് അതിനെ എതിർക്കാൻ പാടില്ല. കാരണം അങ്ങനെ എതിർക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടാകുന്ന ഫസാദിനേക്കാൾ കൂടുതൽ ഫസാദാകുമെങ്കിൽ ഒരിക്കലും നമ്മൾ എതിർക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു ഫസാദ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇയാൾക്ക് തന്നെ ദോഷമാണ്. പിന്നീട് ഇയാൾ ഈ വഴിക്ക് വരാത്തൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് ഇതെല്ലായിടത്തും നജസായി, ഏതായാലും നജസായി തുടങ്ങി. അതെല്ലായിടത്തേക്കും ആകുന്നതിനേക്കാൾ ഒരു സ്ഥലത്തായാൽ കഴുകിക്കളയാനൊക്കെ സൗകര്യമുണ്ട്. അതുകൊണ്ട് ഹെൽമുണ്ടാകുക, വിവേകമുണ്ടാകുക എന്നുള്ള വലിയൊരു പാഠമായി പണ്ഡിതന്മാർ ഇതിന്റെ ഒരു വലിയ പാഠമായി എണ്ണിയിട്ടുണ്ട്. അത് വിവേകമുണ്ടാകുക എന്നുള്ള പെട്ടെന്ന് ദേഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കം. പണ്ഡിതന്മാർ പറയും, ചില ആളുകളോട് ഇത് പറയുമ്പോൾ അവർ പറയും, എന്റെ രക്തത്തിലുള്ളതാണ് ഈ ചോര, എന്റെ തറവാട്ടിൽ നിന്ന് കിട്ടിയതാണ്, എന്റെ ഉപ്പാപ്പ ഇങ്ങനെ തന്നെയാണ്, ഉപ്പ ഇങ്ങനെ തന്നെയാണ്. ഇത് നമുക്കൊരിക്കലും ഒരു ന്യായമല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ അങ്ങനെയാണ്, എന്റെ ചോര അങ്ങനെയാണ്, ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ഇത് ശരിയല്ല. ദേഷ്യം പിടിക്കുന്നത് എല്ലാവർക്കും പിടിക്കും. പക്ഷെ അതിന് പിടിച്ചു വെക്കുകയാണ് വേണ്ടത്. വളരെ കുറഞ്ഞ ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ ഫിത്രത്തിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ കിട്ടുന്ന ആളുകളുണ്ട്. ഒരു സഹാബി അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാം. ഇന്ന ഫീക ഖസ്ലതാനി യുഹിബ്ബുഹുമുല്ലാഹു വറസൂലുഹു, താങ്കളിൽ രണ്ട് നല്ല ഗുണങ്ങളുമുണ്ട്, അല്ലാഹുവും റസൂലും അത് ഇഷ്ടപ്പെടുന്നതാണ്. അൽ ഹിൽമു വൽ അനാത്ത്, വിവേകവും അവധാനതയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, എനിക്ക് ആദ്യമേ ഉള്ളതാണോ അതല്ല എനിക്ക് പിന്നീട് തകസ്സുബിൽ വഴി നേടിയെടുത്തതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാതൈനിൽ ഖസ്ലതൈനി ഫതറകല്ലാഹു അലൈഹിമ, ഇത് രണ്ടും അല്ലാഹു നിനക്ക് നിന്റെ ഫിത്രത്തിൽ നൽകിയതാണ്. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി ഫതറനി അലാ മാ യുഹിബ്ബുഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരു ഗുണത്തിൽ എന്നെ അല്ലാഹു സൃഷ്ടിച്ചത് അൽഹംദുലില്ലാഹ്. അതങ്ങനെ ചില ആളുകൾ കിട്ടും. അവർ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയില്ല. കാരണം എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ചില ആളുകളാണ് ദേഷ്യം പിടിക്കാത്ത ആൾക്ക്, അവർക്ക് ചിലപ്പോൾ വേറൊരു പരീക്ഷണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. വേറെന്തെങ്കിലുമൊക്കെ സ്വഭാവം കൊണ്ട് അവർ പരീക്ഷിക്കപ്പെടും. അതല്ലാത്ത ആളുകൾ വേറെ ചില കാര്യങ്ങൾ നന്നാകുമ്പോൾ അവർ പെട്ടെന്ന് ഈ ദേഷ്യം പിടിക്കുന്ന സ്വഭാവം ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ നന്നാക്കേണ്ടതാണ്. അതല്ലാതെ ഒരിക്കലും ഞാൻ അങ്ങനെ തന്നെയാണ്, എനിക്കത് മാറാനൊന്നും കഴിയില്ല എന്നൊരു അഭിമാനമായി എടുക്കേണ്ടതല്ല. നമ്മൾ അതിന് ശരിക്കും പരിശ്രമിക്കണം. കാരണം ഒരു ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും വൽ ഇൽമു ബിത്തഅല്ലും, തീർച്ചയായിട്ടും ഇൽമ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് തന്നെ കിട്ടണം. അത് എന്റെ ഉപ്പ വലിയ പണ്ഡിതനായി എന്നുള്ളത് കൊണ്ട് അങ്ങനെ കിട്ടിക്കോളന്നില്ല. അത് പഠിച്ചിട്ട് തന്നെ ഇരിക്കണം. അത് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനാണ് തഅല്ലും എന്ന് പറയുക. അതുപോലെ തന്നെ ഹിൽമും അത് തഹല്ലും, കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കണം. ദേഷ്യം പിടിക്കുന്ന സമയത്ത് എങ്ങനെങ്കിലുമൊക്കെ പിടിച്ചു വെക്കാൻ ശ്രമിക്കണം. അതല്ലാതെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടുകയില്ല. അത് നമ്മൾ കുറച്ച് ആദ്യം വരുന്ന സമയത്ത് പിടിച്ചു വെച്ചുകൊണ്ടും അത് എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നമ്മൾ പടിപടിയായി കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ അറിയപ്പെട്ട ഏറ്റവും വലിയ ഹലീമായി അറിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പിന്നീട് അറിയപ്പെട്ട ഏറ്റവും വലിയൊരു ഹലീം എന്ന് പറഞ്ഞാൽ അഹ്നഫ് ബിൻ ഖൈസ് റഹിമഹുള്ളയാണ്. അദ്ദേഹം വലിയ ഹലീമായി, ഒരുപാട് ചരിത്രം കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾക്ക് ഇത് കിട്ടിയത്? അദ്ദേഹം പറഞ്ഞു, മിൻ ഖാലി ആസിം, എന്റെ ഉമ്മയുടെ സഹോദരനായ ആസിം റഹിമഹുള്ളയിൽ നിന്ന് കിട്ടിയതാണ്. പണ്ഡിതന്മാർ പറയുന്നു, നല്ല ഹിൽമുള്ള ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് ഒരു വലിയ ഗുണമാണ്. അങ്ങനെ പെട്ടെന്നും ദേഷ്യം പിടിക്കാത്ത നല്ല സ്വഭാവമുള്ള ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് അത് നമുക്ക് കിട്ടാനുള്ള ഒരു കാരണത്തിൽ പെട്ടതാണ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുടെ കൂടെ തന്നെ നമ്മളും പോയിരുന്നാൽ നമ്മളെ സ്വഭാവം അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നല്ല കൂട്ടുകെട്ടിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് ഈ ഹിൽമുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ, നമുക്ക് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഫലമ്മാ ഖളാ ബൗലഹു, അദ്ദേഹം മൂത്രമൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം അമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദനൂബിൻ മിൻ മാഇ ഫഉഹരീക അലൈഹാ, വലിയൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അതിലേക്ക് ഒഴുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ദനൂബ് എന്ന് പറഞ്ഞാൽ ഹുവ ദൽവുൽ കബീർ, വലിയ ബക്കറ്റിനാണ് ദനൂബ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ചെറിയ കുറച്ച് ഫായിദകൾ, ഈ ഒരു ഭാഗത്ത് നിന്ന് ചെറിയ ഫായിദകൾ. ഒന്ന്, അന്നൽ ബൗല നജിസുൻ വയജിബു ഗസ്ലുഹു വഹദ വാളിഹ്, ഇത് മൂത്രം നജിസാണ്, അതുകൊണ്ട് കഴുകണം, അത് വളരെ വ്യക്തമാണ്, അതുകൊണ്ടാണ് കഴുകിയത്. അതുകൊണ്ട് മനുഷ്യന്റെ മൂത്രം നജിസാണ് എന്നുള്ള തെളിവ് പറയുമ്പോൾ ഈ ഒരു ഹദീസാണ് പ്രധാനപ്പെട്ട ഒരു തെളിവായി പറയാറുള്ളത്. അതുകൊണ്ടാണ് കഴുകിക്കളഞ്ഞത്. രണ്ടാമത്തെ മസ്അല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് കഴുകിക്കളയുന്നത് എന്നാണ്. അതിന്റെ വസീലകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള മാർഗത്തിൽ കഴുകിക്കളയാം. അതിലൊരു മാർഗമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അഥവാ ബിൽ മുക്കാസറ, കുറെ അധികം വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. കുറച്ച് മൂത്രം ഉണ്ടായാൽ അത് എത്ര ഉണ്ടാകും? ഒരു 1/2 ലിറ്റർ ഉണ്ടെന്ന് കരുതുക. അപ്പൊ കുറെ അധികം വെള്ളം, ഒരു 10 ലിറ്റർ അല്ലെങ്കിൽ 20 ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും. ആ രൂപത്തിൽ കളയാം. ഇതൊരു രീതിയാണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ബി തഷ്മീസ്, അത് സൂര്യന്റെ ചൂട് കൊണ്ട് ഉണങ്ങിയിട്ട് അത് പോകും. സൂര്യന്റെ ചൂട് കൊണ്ടിട്ട് ഉണങ്ങിയാലും മതി. ഇപ്പൊ ഒരു നായ ഒരു സ്ഥലത്ത് വന്ന് മൂത്രമൊഴിച്ചാൽ അത് പിന്നീട് വെയിൽ കൊണ്ട്
സൂര്യന്റെ ചൂട് കൊണ്ട് അത് പോയാൽ പിന്നീട് അത് നജസല്ല, അത് പോയതായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ ആ രൂപത്തിലും നജസ് പോകും. മൂന്നാമത്തത് ബിത്തഖ്തിയതിഹ, അഥവാ വേറെ മണ്ണ് കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ ഇട്ടാൽ മതി, അപ്പോൾ അത് പോകും. ഇപ്പൊ ഒരു മൂത്രം ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടാൽ അങ്ങനെയും നജസ് കളയാം, ആ രൂപത്തിലും നജസ് കളയാം എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത മണ്ണല്ലാത്ത രൂപത്തിൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ടൈൽസ് അല്ലെങ്കിൽ മാർബിളൊക്കെയാണ്, അപ്പൊ ആ രൂപത്തിലുള്ളതാണ് എങ്കിൽ നമുക്ക് വെള്ളം തന്നെ കോരി ഒഴിക്കണമെന്നില്ല, മറിച്ച് നമുക്ക് തുടച്ചാലും മതിയാകുന്നതാണ്. എന്തെങ്കിലും തുണിയൊക്കെ എടുത്തിട്ട് കൃത്യമായി തുടച്ച് അവിടെ മൂത്രമില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ അത് മതിയാകുന്നതാണ്. മറ്റേ നമ്മൾ പറഞ്ഞ സാധാരണ ഭൂമിയുടെ നിലത്താണ്, അതല്ലാത്ത സ്ഥലത്ത് വീടുകളിലും മറ്റുമൊക്കെ ആയാൽ നമുക്കത് തുടച്ചെടുത്താലും മതിയാകുന്നതാണ്. അവിടെ വെള്ളം കൊണ്ട് കഴുകൽ നിർബന്ധം പോലുമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇതിൽ 4 കാര്യങ്ങൾ ഇദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് തഅദീദുൻ നജാസാത്ത്, ഈ അധ്യായത്തിൽ നജാസത്തുകൾ, വ്യത്യസ്ത രൂപത്തിലെ നജാസത്തുകളെ കുറിച്ച് ഇദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മദീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഹദീസിൽ, ബൗലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, ബൗലുൽ ഗുലാം കുട്ടിയുടെ മൂത്രത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ വദിയും അതുപോലെ ഛർദിയും ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഉൾപ്പെടുത്തിയ പാഠം എന്ന് പറയുന്നത് ദിക്റു കൈഫിയത്ത് ഇസാലത്തി ഹാദിഹി നജാസാത്ത്, ഈ നജാസത്തുകൾ എങ്ങനെ കളയണമെന്നുള്ള കാര്യമാണ്. അത് പറഞ്ഞു, അത് ഇങ്ങനെയുള്ള മൂത്രമാണെങ്കിൽ അത് വെള്ളം ഒഴിച്ചുകൊണ്ട് കളയണം, ചെറിയ കുട്ടിയുടേതാണെങ്കിൽ അതിന്റെ രൂപം അത് പറഞ്ഞു, അങ്ങനെ ഓരോന്നായി പറഞ്ഞു. പിന്നീട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നവാഖിദുൽ വുളു, വുളു മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നാണ്. വുളു മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നാണ്. അത് നമ്മൾ നേരത്തെ ഹദീസിൽ പറഞ്ഞു, മലമൂത്ര വിസർജ്യം വുളു മുറിയുന്നതാണ്, മദി ഉണ്ടായാൽ വുളു മുറിയുന്നതാണ്, അതുപോലെ വദി ഉണ്ടായാലും വുളു മുറിയുന്നതാണ്, അതുപോലെ തന്നെ മനി ഉണ്ടെങ്കിൽ അത് വുളുവല്ല, അത് കുളി കൂടിയാൻ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഈ അധ്യായങ്ങളിലൂടെ നമ്മൾ അതെല്ലാം മനസ്സിലാക്കുകയുണ്ടായി. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് സുനനുൽ ഫിത്ര, ഒരു മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് അടുത്ത ഹദീസായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അത് വായിക്കാം. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, قال سمعت رسول الله صلى الله عليه وسلم يقول, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, അൽ ഫിത്രതു ഖംസുൻ, ശുദ്ധ പ്രകൃതിയുള്ള കാര്യം 5 എണ്ണമാകുന്നു. അൽ ഖിതാൻ, ചേലാകർമ്മം ചെയ്യുക, വൽ ഇസ്തിഹ്ദാദ്, ഗുഹ്യഭാഗങ്ങളിലെ രോമം നീക്കുക, വഖസ്സു ശാരിബ്, മീശ വെട്ടുക, വതഖ്ലീമുൽ അൾഫാർ, നഖം വെട്ടുക, വനത്ഫുൽ ഇബ്ത്, കക്ഷങ്ങളിലെ രോമം കളയുക, രോമം പറിക്കുക. ഇതാണ് 5 ഫിത്രത്തിലുള്ള ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യം. അഥവാ അമ്പിയാക്കളായ ആളുകൾ ഏറ്റവും മനുഷ്യന് യോജിക്കുന്ന രൂപത്തിലുള്ള ഫിത്രത്തിൽ, മനുഷ്യന്റെ ഫിത്രത്തിനോട്, സൃഷ്ടിപ്പിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഫിത്രത്ത് എന്ന് പറയുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ മഹാസിനുകളിൽ, അതിന്റെ നന്മകളിൽ എടുത്തു പറഞ്ഞതാണ്. അവിടുന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഫിത്രത്തിനോട് യോജിക്കുന്നതായിരിക്കും. അതിൽപ്പെട്ട ഈ കാര്യങ്ങളാണ് ഇത് ഓരോന്നും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മനസ്സിലാക്കേണ്ട 1ാമത്തെ കാര്യം, ഇവിടെ അൽ ഫിത്രത്തു ഖംസുൻ, ഫിത്രത്ത് 5 എണ്ണമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 5 എണ്ണമേ ഉള്ളൂ എന്നല്ല. എങ്ങനെയാണ് അത് മനസ്സിലായത്? അതിന്റെ അടിസ്ഥാനം അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ എണ്ണം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അശ്റും മിനൽ ഫിത്ര, 10 കാര്യങ്ങൾ ഫിത്രത്തിലുണ്ട്, ശുദ്ധ പ്രകൃതിയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇഅ്ഫാഉൽ ലിഹ്യ, താടി നീട്ടി വളർത്തുക, അതുപോലെ വസ്സിവാക്ക്, ദന്തശുദ്ധീകരണം നടത്തുക, അതുപോലെ ഗസ്ലുൽ ബറാജിം, നമ്മളെ ഇടുക്കുകളെല്ലാം കൈന്റെയും മറ്റുമൊക്കെ നമ്മളെ ശരീരം ഇടുങ്ങുന്ന ഭാഗങ്ങളെല്ലാം അവിടെ വെള്ളമൊക്കെ എത്തിച്ച് വൃത്തിയാക്കുക, ദുർഗന്ധമൊക്കെ ഉണ്ടാകുന്ന ഭാഗത്ത് വൃത്തിയാക്കുക പോലെയുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 5 എണ്ണമല്ല എന്നർത്ഥം, 5-ലധികമുണ്ട് എന്നർത്ഥം. അപ്പൊ അതുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. 1ാമത്തെ കാര്യം പറഞ്ഞത് അൽ ഖിതാൻ, അഥവാ ചേലാകർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ചേലാകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ഇതിന്റെ ഒരാളുടെ, ഒരു പുരുഷന്റെ ലൈംഗികാവയവത്തിന്റെ ഏറ്റവും മുമ്പിലുണ്ടാകുന്ന ഭാഗം, അത് മറഞ്ഞു നിൽക്കുന്ന ആ ഒരു തൊലി, അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ചേലാകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത് വാജിബാണെന്നാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അത് നിർബന്ധമാണ്. അതാകെ ഇളവുണ്ടാകുക, അങ്ങനെ ചെയ്യുക വഴി എന്തെങ്കിലും വലിയൊരു പ്രയാസം അയാൾക്കുണ്ടാകും, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണത് ഇളവ് ലഭിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ഇത് നിർബന്ധമായ ഒരു കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. എപ്പോഴാണ് ഒരാൾക്ക് നിർബന്ധമാകുന്നത്? 1 വയസ്സാകുമ്പോൾ കുട്ടിക്ക് നിർബന്ധമാകുമോ? ഇല്ല. ഒരു 2 വയസ്സാകുമോ? ഇല്ല. ഒരാൾക്ക് ബുലൂഗ് എത്തുമ്പോൾ അത് നിർബന്ധമാകും. 7 വയസ്സായാലും കുട്ടിക്ക് നിർബന്ധമാകുന്നില്ല.
ബുലൂഗ് എത്തുമ്പോൾ, പ്രായപൂർത്തി എത്തുമ്പോൾ അത് നിർബന്ധമാകും. കാരണം പ്രായപൂർത്തി എത്തുമ്പോൾ അവന് നിസ്കാരം നിർബന്ധമായി, തഹാറത്ത് നിർബന്ധമായി. അതുകൊണ്ട് പ്രായപൂർത്തി എത്തുന്നതിനുള്ളിൽ കുട്ടികളുടെ, ആൺകുട്ടികളുടെ ഇത് ചെയ്യുക, ഖിതാൻ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്, മാതാപിതാക്കളുടെ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ കുട്ടി ജനിച്ച ഉടനെ ചെയ്യാം എന്നുള്ളത് ചെയ്യാം. പക്ഷേ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് കുട്ടിക്ക് ശരീരത്തിനൊരു ശക്തിയൊക്കെ ഉണ്ടാകുന്ന പ്രായത്തിൽ ചെയ്യലാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. അത് 7 വയസ്സായാലും തിരക്കേടില്ല. അപ്പോൾ ഏതായാലും അവന്റെ ശരീരത്തിന് യോജിക്കുന്ന ഒരു പ്രായം തിരഞ്ഞെടുക്കുക. പ്രത്യേകം ഇന്ന ദിവസത്തിൽ, ഇന്ന മാസത്തിൽ എന്നെല്ലാം വന്നത് അത് സഹിഹായി വന്നിട്ടില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വാജിബാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം 80 വയസ്സിലാണ് ചേലാകർമ്മം ചെയ്തതെന്നാണ്. കാരണം അന്നാണ് അദ്ദേഹത്തിന് ശറഅാക്കിയിട്ടുള്ളത്. അദ്ദേഹം ശറഅാക്കപ്പെട്ടത് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിയമമാക്കിയത് ഉടനെ അദ്ദേഹത്തിന്റെ വയസ്സ് പോലും അദ്ദേഹം പരിഗണിച്ചില്ല എന്നാണ്. കാരണം അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞോ അതനുസരിച്ച് അതുപോലെ ചെയ്യുന്ന ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത്. അദ്ദേഹം 80 വയസ്സിൽ ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമായ ആളുകൾ, ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ, അവർക്കതിൽ പാഠമുണ്ട്. നമുക്ക് പ്രായം എത്രയായി എന്നുള്ളതൊന്നും അവർക്ക് പ്രയാസമാക്കേണ്ടതില്ല. അവർക്ക് ഇന്ന് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. പണ്ടത്തതുപോലെയല്ല, യാതൊരു വേദനയും ഒരു പ്രയാസവുമില്ലാതെ അത് ചെയ്യാം എന്ന് കാണാൻ സാധിക്കും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് സുന്നത്തായ കാര്യം മാത്രമാണ്, അവർക്ക് ഫർളില്ല. സ്ത്രീകൾക്ക് ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അത് ദീനിലില്ല എന്ന് പറയുന്നത് ശരിയല്ല, സുന്നത്തായ കാര്യമാണ്. പക്ഷെ അത് അവർക്ക് ഫർളില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യുന്നതിൽ ഇത് നിർബന്ധമാണെന്നതിന് പുറമെ ധാരാളം ഫായിദകൾ കൂടി അതിലുണ്ട്. കാരണം ഒരു പുരുഷന്റെ മൂത്രം അതിലൂടെയാണ് പുറത്തു പോകുന്നത്, അതിന് മുന്നിലാണ് ആ തൊലി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ മൂത്രത്തിന്റെ അവശിഷ്ടം ബാക്കിയുണ്ടാകുമെന്നുള്ളതാണ് ശരി. അതവിടെ അമർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് മൂത്രം പുറത്തേക്ക് വരും. അവന്റെ നജസ് പൂർണ്ണമായി പോകുകയില്ല വൃത്തിയാക്കുന്ന സമയത്ത്. മാത്രമല്ല പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഇത് ചെയ്യാത്ത അഥവാ ഖിതാൻ ചെയ്യാത്ത ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്ത ബന്ധത്തിൽ പോലും വലിയ പ്രയാസമുണ്ടാക്കുമെന്നാണ്. രണ്ടുപേർക്കും അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമെന്നാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ദീനിൽ പറയുന്ന ഇത്തരം കാര്യങ്ങൾ അത് ഏറ്റവും വലിയ ഖൈറാണ്. വിവരമില്ലാത്ത ഒരുപാട് ഇസ്ലാമിനെതിരെ ആക്ഷേപിക്കുന്ന ആളുകൾ ഇത് മുസ്ലിമീങ്ങൾ വലിയൊരു മോശത്തരമായി എടുത്തു പറയുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? ഈ നജസ്സും കൊണ്ട് നടക്കുക, എല്ലാ പ്രയാസങ്ങളും അവർക്കാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഖൈറാണ്. ഏത് രൂപത്തിൽ പരിശോധിച്ച് നോക്കിയാലും ഏറ്റവും നല്ല ഖൈറുള്ള ശുദ്ധമായ ആളുകൾ മുസ്ലിമീങ്ങൾ തന്നെയാണ്. എന്നിട്ടാണ് അവർ യാതൊരു വൃത്തിയുമില്ലാതെ എല്ലാ നജസും പേറിക്കൊണ്ട് ഇസ്ലാമിനെതിരെ മോശമായി സംസാരിക്കുന്നത്. ഇത് അവരുടെ വിഡ്ഢിത്തം മാത്രമാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരുപാട് മളറത്ത്, ഉപദ്രവങ്ങൾ ഇത് ചെയ്യാത്ത ആളുകൾക്കുണ്ട്. അത് ശാസ്ത്രീയമായി പോലും ഇന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും ഇത് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അൽ ഇസ്തിഹ്ദാദ്, ഗുഹ്യ ഭാഗങ്ങളിലുള്ള രോമം കളയുക എന്നുള്ളതാണ്. ഇത് ആണിനും പെണ്ണിനും ഒരുപോലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിർബന്ധമാണോ സുന്നത്താണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ പല ഹദീസുകളിലും വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം, ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിർബന്ധമാണ് എന്നതാണ് ശരിയായി മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരുടെ ലൈംഗികാവയവത്തിന് ചുറ്റുമുണ്ടാകുന്ന രോമങ്ങൾ നീക്കുക എന്നുള്ളത് അവർക്ക് വാജിബായിട്ടുള്ള കാര്യമാണ്. കാരണം ആ മുസ്ലിം റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, വഖതലനാ ഫീ ഖസ്സി ശാരിബ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സമയം നിർണയിച്ചു തന്നു. ഫീ ഖസ്സി ശാരിബ്, മീശ വെട്ടുന്നതിൽ, വതഖ്ലീമിൽ അൽഫാർ, നഖം വെട്ടുന്നതിൽ, വനത്ഫിൽ ഇബ്ത്, കക്ഷരോമം പറിക്കുന്നതിൽ, വഹൽഖിൽ ആന, ഗുഹ്യഭാഗങ്ങളിലുള്ള രോമം അത് വടിച്ചു കളയുന്നതിൽ, അല്ലാ നത്റുക അക്സറ മിൻ 40 ലൈല, 40 ദിവസത്തിൽ അധികരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വാജിബായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് 40 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നാണ്. അതും നാം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചെയ്യാത്ത ആളുകൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ അതുകൊണ്ടുണ്ടാകും. ഒരുപാട് ആ രൂപത്തിൽ നജസുകൾ അവിടെ കൂടുക എന്നുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ ആ രൂപത്തിൽ അവർക്കുണ്ടാകും. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച മറ്റൊരു മഹത്തായ ശുദ്ധ പ്രകൃതിയിൽപ്പെട്ട കാര്യമാണ് അൽ ഇസ്തിഹ്ദാദ്, ഗുഹ്യഭാഗങ്ങളിലെ രോമം അത് വടിച്ചു കളയുക എന്നുള്ളത്. വടിച്ചു കളയുക എന്നുള്ളത് അത് ആ രൂപത്തിൽ ബ്ലേഡ് പോലെയുള്ള, അത് മുറിക്കാനല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അത് പൂർണ്ണമായി അത് വടിച്ചു കളയാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആധുനികമായി വന്ന ഏതൊരു കാര്യവും അതിന് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കൊരു ശരീരത്തിന് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല
എന്നത് മാത്രമേ അവിടെ പരിഗണിക്കേണ്ടതുള്ളൂ. മൂന്നാമത്തെ കാര്യം ഖസ്സുശാരിബ്, മീശ വെട്ടുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മീശ അത് വലുതാകാൻ പാടില്ല, അത് വെട്ടേണ്ടതുണ്ട്. മീശ അത് വെട്ടേണ്ടതുണ്ട്. മീശ നീട്ടി വളർത്തുകയും താടി വടിച്ചു കളയുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ രീതിയല്ല, അത് മജൂസികളുടെ രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് സ്ഥിരപ്പെട്ടതായി കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്, അന്നഹു ലമ്മ ജാഅ ബഅദുൽ മജൂസി അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മജൂസികൾ അഥവാ തീൻ ആരാധിക്കുന്ന ആളുകൾ ഇവർ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വകാനു ഖദ് ഹലഖു ലിഹാഹും, അവർ താടി വടിക്കുന്നവരായിരുന്നു, വഅതാലു ശവാരിബഹും, അവർ മീശ നീട്ടി വളർത്തുന്ന ആളുകളുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഫു അൽ മജൂസ്, മുസ്ലിമീങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ഈ മജൂസികളെ നിങ്ങൾക്ക് എതിരാകണം. അഅഫുല്ലിഹ, നിങ്ങൾ താടി നീട്ടി വളർത്തു. വഅഹ്ഫു ശവാരിബ്, നിങ്ങളുടെ മീശ വെട്ടു. മുസ്ലിമീങ്ങൾ ഈ യഹൂദികൾക്ക് അല്ലെങ്കിൽ ഈ അതുപോലെ തന്നെ അഗ്നി ആരാധകർക്ക് എതിരാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പന എത്രമാത്രം കൃത്യമാണ്, മുസ്ലിം ഉമ്മത്ത് എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത്? അല്ലാഹു അലം. അവരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും ഇതിന് നേരെ വിരുദ്ധമായി ചെയ്യുന്നതായി കാണാൻ സാധിക്കും. താടി പൂർണ്ണമായി വടിച്ചു കളയുകയും മീശ നല്ല കട്ടി മീശയായി അത് വളർത്തുകയും ചെയ്യുന്നത് എത്ര വലിയ അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായിട്ട് നമുക്കിത് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഇതിൽ യാതൊരു സംശയവുമില്ല, ഇതിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആളുകൾക്ക് അത് വലിയ പ്രയാസമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്ക് പോലും ഇങ്ങനെ താടി നീട്ടി വളർത്തുന്ന ആളുകളോട് അലർജി ഉണ്ടാവുക, അവരെ വിമർശിക്കുക, അവരെ മോശം പറയുക, അവരെ പരിഹസിക്കുക, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യത്തിൽ പെട്ടതാണിത്. താടിയെ പരിഹസിക്കുക പോലെയുള്ള സുന്നത്തുകൾ പരിഹസിക്കുക എന്നുള്ളത് എത്ര വലിയ അബദ്ധത്തിലേക്കാണ് ആളുകൾ എത്തിപ്പോയിട്ടുള്ളത് എന്നാൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കുറച്ചിടെയായിട്ട് അങ്ങനെയുള്ള പരിഹാസങ്ങൾ കേൾക്കാനില്ല. കാരണം ഇന്ന് ലോകത്തിന്റെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും വരാറുണ്ട്. 80കളിൽ ഉണ്ടായിട്ടുണ്ട്, 90കളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ഈ 2020 മറ്റുമൊക്കെ ട്രെൻഡായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ താടി നീട്ടി വളർത്തുക എന്നുള്ളത് അവർക്കൊരു ആ ഒരു സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അതിനെ പരിഹസിക്കാനൊന്നും ആരുമില്ല. കാരണം അതൊരു സ്റ്റൈലായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. ഇനി നോക്കിക്കോളൂ, ഇത് 2 വർഷമോ 3 വർഷമോ കഴിയുമ്പോൾ ഇത് മുഴുവനായി വലിയ മീശ നീട്ടുക, താടി വടിക്കുക എന്നുള്ള ട്രെൻഡ് വരുമ്പോൾ ആളുകളൊക്കെ ആ വഴിയിലേക്ക് പോകും. നേരത്തെ ചൊറിച്ചിലും പ്രയാസമൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ അതില്ല. കാരണം അവർക്കറിയാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, എങ്ങനെ താടിയുടെ ചൊറിച്ചിൽ പോകാനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. അത് വാങ്ങുന്നു, അവർ അതിന്റെ ഷാമ്പു വാങ്ങുന്നു, അവർ ഉപയോഗിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണെന്ന് പറയുമ്പോൾ അവർക്കത് ചൊറിച്ചിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ചൊറിച്ചിൽ അവരുടെ ഖൽബിലാണ്, അതല്ലാതെ താടിയിലല്ല എന്നിപ്പോഴത്തെ പ്രവൃത്തിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, വഖസ്സു ശാരിബ്, മീശ മുറിക്കുക എന്നുള്ളതാണ്. ഇവിടെ 2 മസ്അലകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, മീശ എങ്ങനെയാണ് മുറിക്കുകയാണ് വേണ്ടത്. ഖസ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഖസ്സ എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നാണ്, ഹൽക്ക് എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഹലക്ക എന്ന് പറഞ്ഞാൽ വടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് മുറിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. പൂർണ്ണമായി വടിച്ചു കളയുക എന്നുള്ളത് സുന്നത്തല്ല. ഇമാം മാലിക് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ അങ്ങനെ വടിച്ചു വരുന്ന ആളുകളെ ശക്തമായി എതിർത്തതായി കാണാൻ സാധിക്കും. അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പക്ഷെ ശരിയായി ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് ഷേവിംഗ് സെറ്റ് പോലെയുള്ളത് വെച്ച് വടിക്കാൻ പാടില്ല, മറിച്ച് കത്രികകൾ കൊണ്ട് മുറിക്കാം. ഇന്ന് കത്രികയുടെ സ്ഥാനത്തുണ്ട ട്രിമ്മർ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ചു, കാരണം അത് കട്ടിങ് തന്നെയാണ് അതിൽ നടക്കുന്നത്. അതിൽ പരമാവധി കുറച്ചു വെക്കുക, വലിയ മീശായി വെക്കാതിരിക്കുക എന്നതാണ് വേണ്ടത്. രണ്ടാമത് പണ്ഡിതന്മാർക്ക് ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സുബാലത്താൻ എന്ന് പറഞ്ഞാൽ മീശയുടെ അറ്റത്തു നിന്നും താടിയുടെ ഭാഗത്തേക്ക് പോകുന്ന കാര്യത്തിനാണ് സുബാലത്തുൻ എന്ന് പറയുന്നത്. ഇത് മീശയിലാണോ പെടുക, താടിയിലാണോ പെടുക എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം അഹ്മദിന്റെ മദ്ഹബിൽ അത് മീശയിലാണ്, അത് വെട്ടാമെന്ന് കാണാൻ സാധിക്കും. കാരണം ഒരു ഹദീസിൽ ഖസ്സു അശ്ശവാരിബ് വസ്സുബാലത്തൈൻ, മീശയും ആ 2 ഭാഗവും അത് വെട്ടുക എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ അത് താടിയിലാണ് പെടുക, അത് തൊടാൻ പാടില്ല എന്നും പറഞ്ഞതായി കാണുന്നു. തഖ്ലീമുൽ അൽഫാർ, നഖം വെട്ടുക എന്നുള്ളതാണ്. ഇതാണ് 4ാമത്തെ സുനനുൽ ഫിത്രയിൽ ശുദ്ധ പ്രകൃതിയിൽപ്പെട്ട 4ാമത്തെ കാര്യമായി പഠിപ്പിച്ചത്. അതാണ് നഖം വെട്ടുക എന്ന് പറയുമ്പോൾ അത് കൈകളുടെയും 2 കാലുകളുടെയും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് സഹാബത്തിൽ നിന്നും വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും വന്നതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ കൊടുത്തതായി കാണാൻ സാധിക്കും. കാന യുഖല്ലിമു അൽഫാറഹു ഫി കുല്ലി ജുമഅത്തൈൻ, ഈ 2 ആഴ്ച കൂടുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നഖം വെട്ടാറുണ്ടായിരുന്നു എന്നുള്ളത്. വേറെ ചില സഹാബത്തിൽ നിന്നും വെള്ളിയാഴ്ച വെട്ടുന്നതായി വന്നിട്ടുണ്ട്. അത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ
പൊതുവെ ശുദ്ധിയാക്കേണ്ട ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളിൽ നിന്നും ശുദ്ധിയാകുക, പരമാവധി ശുദ്ധിയാകുക എന്നുള്ളത് വെള്ളിയാഴ്ചയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ആ രൂപത്തിൽ വെള്ളിയാഴ്ച ചില സഹാബത്ത് ചെയ്തതായി വന്നിട്ടുണ്ട്, വേറെ ചില സഹാബത്ത് ബുധനാഴ്ച ദിവസം ചെയ്തതായി വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നിനും തന്നെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടതായി ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഏതൊരു ദിവസവും തെരഞ്ഞെടുക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ചൊരു ദിവസം തെരഞ്ഞെടുക്കണമെന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും കൃത്യമായി നഖം വെട്ടുക എന്നുള്ളതാണ്. ആ നഖം വെട്ടുന്നതിന് ഒരുപാട് ഫായതയുണ്ട്. കാരണം നഖം ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നജസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വലത്തെ കൈയാണെങ്കിൽ അവന്റെ ഭക്ഷണത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗങ്ങളൊക്കെ തന്റെ വയറ്റിലേക്ക് പോകാനുമൊക്കെ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അതും വളരെ അത്യാവശ്യമുള്ള ചെയ്യേണ്ടതായ ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. അഞ്ചാമത്തത് നത്ഫുൽ ഇബ്ത്, കക്ഷരോമങ്ങൾ പറിക്കുക എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വടിക്കുക എന്നോ മുറിക്കുക എന്നോ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഹൽക്ക് എന്നോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഖസ് എന്നോ ഉപയോഗിച്ചിട്ടില്ല. നത്ഫ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നത്തഫ എന്ന് പറഞ്ഞാൽ അത് പറിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള സുന്നത്ത്, പൂർണ്ണമായ സുന്നത്ത് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അത് പറിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് തുടക്കം മുതലേ ശീലിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമാണ്. കുട്ടികളായ ആളുകൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അത് മുളക്കുന്ന സമയം മുതൽ നിങ്ങൾ അത് പറിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ പറിച്ചെടുക്കുന്നതിൽ ഉപകാരത്തിൽപ്പെട്ടതാണ്. പിന്നീട് അത് വലിയ വളർച്ച ഉണ്ടാകുകയില്ല. കാരണം ഇതിന്റെ വളർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന വേർപ്പിന്റെ അംശം കുറയും. അതുപോലെ തന്നെ അവിടെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗന്ധവും കുറയും. അതുകൊണ്ട് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ അങ്ങനെ വടിക്കുകയും മറ്റുമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് പറിച്ചു തന്നെ ശീലിക്കുക. ആദ്യം ചെറിയ വേദനയൊക്കെ ഉണ്ടാകുമെങ്കിലും അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ എല്ലാവർക്കും അത് വേദന സഹിച്ചുകൊള്ളാൻ സാധിക്കണമെന്നില്ല. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇന്നി ലാ അതഹമ്മലു ഹാദൽ അലം, എനിക്ക് ഈ വേദന സഹിക്കാൻ സാധിക്കൂല. അദ്ദേഹം അങ്ങനെ പറിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. ചില ആളുകൾക്ക് നല്ല വേദന എടുക്കും. പക്ഷെ അത് വേദന എടുത്താലും അതിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്നത് ചെയ്ത ആളുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നത്തെ ഫാർമസികളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് അങ്ങനെയുള്ള ഹെയർ റിമൂവർ പോലെയുള്ള ക്രീമുകൾ അത് ഉപയോഗിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള ക്രീമുകൾ അത് ഉപയോഗിക്കാവുന്നതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ. അത് കക്ഷത്തിലുള്ള രോമം കളയാനും അതുപോലെ ലൈംഗികാവയവത്തിന് ചുറ്റുമുള്ള രോമം കളയാനുമൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിനുശേഷം വേണമെങ്കിൽ ഒരാൾക്ക് വടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ വടിക്കുമ്പോഴുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള രോമ വളർച്ച കൂടുകയുള്ളൂ, അതിനുള്ള ഘനം കൂടാനാണ് സാധ്യത. എന്നാൽ പറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഘനം കുറയുകയും അതിന്റെ വളർച്ച കുറയുകയും എല്ലാം ഉണ്ടാകുമെന്നുള്ള വലിയ ഫായിദ അതിലുണ്ട്. അതുകൊണ്ട് അതിന് തുടങ്ങുന്ന ആളുകൾ അങ്ങനെ തന്നെ ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ ഉപകാരമായിരിക്കും എന്ന് കാണാം. ശരി, ഇനി അടുത്ത അധ്യായമാണ് ബാബുൽ ജനാബ, ജനാബത്തിന്റെ അധ്യായം. അത് നമ്മൾ കഴിഞ്ഞ മദീന്റെ അധ്യായം കഴിഞ്ഞ് അടുത്ത അധ്യായം എന്ന് പറയുന്നത് ജനാബത്തിന്റെ അധ്യായമാണ്. ജനാബത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് അവന്റെ ശരീരത്തിൽ നിന്നും ലൈംഗിക ദാഹം കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന മനി പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിനാണ് ജനാബത്ത് എന്ന് പറയുന്നത്. ജനാബ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ബുഅദ് എന്നാണ്, ദൂരം എന്നാണ് അതിന്റെ അർത്ഥം. അത് പല പണ്ഡിതന്മാർ പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. തഹാറത്തിന്റെ വിഷയത്തിൽ അവൻ ദൂരെ ആയിരിക്കുന്നു, അവന്റെ എല്ലാ ശുദ്ധിയും പോയിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ ലൈംഗിക മനി അത് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ദൂരെയായി പോയിരിക്കുന്നു എന്നല്ല. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് രൂപത്തിലായാലും അത് ജനാബത്ത് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളിലൂടെ സംഭവിക്കാം. ഒന്ന് ഖുറൂജുൽ മാഇ ദഫ്കൻ, ലൈംഗിക ദ്രാവകം അത് തെറിച്ചുകൊണ്ട് വീഴുക എന്നുള്ള രൂപത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത്തതിൽ ജിമാ, ആണും പെണ്ണും അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ജനാബത്ത് അല്ലെങ്കിൽ ആ രൂപത്തിൽ ഉണ്ടാകുന്നത് വലിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഖൂജു ദമിൽ ഹൈലി മിനൽ മർഅ ഫീ ഹുക്മിഹി അന്നിഫാസ്, ഒരു സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന ഹൈലും നിഫാസും. ഇതിനെല്ലാം ഇതേ ഹുക്മാണ് വരിക, ഇതിനെല്ലാം ഒരേ ഹുക്മാണ് വരിക. ഇതെല്ലാം വലിയ അശുദ്ധിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ ഹദീസ് عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم لقيه في بعض طرق المدينة وهو جنب قال فانخنست منه فذهبت فاغتسلت ثم جئت فقال أين كنت يا أبا هريرة قال كنت جنبا فكرهت أن أجالسك على غير طهارة فقال سبحان الله إن المؤمن لا ينجس. أبو هريرة رضي الله عنه അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖിയഹു ഫീ ബഅദ് തുർക്കിൽ മദീന വഹുവ ജുനുബുൻ. അദ്ദേഹം ജനാബത്തുകാരനായിരിക്കുന്ന ഒരു സമയത്ത് മദീനയിലെ ഒരു വഴിയോരങ്ങളിൽപ്പെട്ട ഒരു വഴിയിൽ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനിടയായി എന്ന് കാണാൻ സാധിക്കും. വേറെ ചില റിവായത്തിൽ ഇമാം ബുഖാരി എല്ലാം ഉദ്ധരിക്കുന്ന റിവായത്തിൽ അതിൽ കാണാം
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചു. ഫഅഖദ ബിയദി ഫമശയ മഅൻ, നമ്മൾ രണ്ടുപേരും എന്നിട്ട് ഒരുമിച്ച് നടന്നു. ഫജലസ്തു, അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്നു എന്നെല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ഒരുപാട് മറ്റ് സഹാബത്തിനോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ ഇന്നിലില്ല എന്ന് കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ അധികം ഇരിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് പോയി. അതാണ് അദ്ദേഹം ഈ റിവായത്തിൽ പറഞ്ഞത്, ഫൻഖനസ്തു മിൻഹു, ഞാൻ അദ്ദേഹത്തിൽ നിന്നും മറഞ്ഞു കളഞ്ഞു, അതിൽ നിന്നും മറഞ്ഞു കളഞ്ഞു. ഫദഹബ്തു, എന്തിനാണ് പോയത്? ഞാൻ വിട്ടുപോയത്. ഫഗ്തസൽതു, ഞാൻ കുളിച്ചു. സുമ്മ ജീതു, കാരണം ജനാബത്തുകാരനായിട്ടാണ് ഉള്ളത്. ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെട്ടെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ല. അബൂ ഹുറൈറ തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്ന കുൻത യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കുൻതു ജുനുബൻ, ഞാൻ ജനാബത്തുകാരനായിരുന്നു. ഫകരിഹ്തു അൻ ഉജാലിസക അലാ ഗൈരി തഹാറ, തഹാറത്തില്ലാതെ താങ്കളോടൊപ്പം ഇരിക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഇന്നൽ മുഅ്മിന ലാ യൻജുസ്, ഒരു മുഅ്മിന് നജസ് ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ഈ വലിയ അശുദ്ധി സംഭവിച്ചാലും ഒരു വ്യക്തി നജസുള്ളവനാകുന്നില്ല. അവന്റെ കയ്യിലോ വസ്ത്രത്തിലോ എവിടെയും നജസില്ല. അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വസ്തുവാകട്ടെ, അവന്റെ ശരീരം തന്നെ ആകട്ടെ, ഇതൊന്നും നജസല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നജസുള്ള ഒരാളല്ല നീ, ഒരു മുഅ്മിൻ ഒരിക്കലും നജസ് ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. എന്നാൽ ഇതിൽ ഒരുപാട് ഫായിദകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇദ്ദേഹം അവിടെ ഇരിക്കാത്തതിനെ എതിർത്തിട്ടില്ല. അദ്ദേഹം അവിടെ ഇരിക്കാത്തതിന് എതിർത്തിട്ടില്ല. മറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ ഇനി ഇരിക്കാത്തത് മോശമായി പോയി എന്നൊന്നും പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹുക്മ പഠിപ്പിച്ചു കൊടുക്കുകയേ ചെയ്തിട്ടുള്ളൂ, ഇന്നൽ മുഅ്മിൻ ലാ യൻജുസ്, ഒരു മുഅ്മിൻ അങ്ങനെ നജസ് ഉണ്ടാവുകയില്ല എന്നതാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവർ അതിൽ നിന്നും ഫായിദയായി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുഅ്മിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നജാസ ഒരു മുഅ്മിൻ ജനാബത്തുകാരനായി കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ എവിടെയും നജസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവൻ എവിടെ സ്പർശിച്ചാലും, അവൻ വെള്ളം കൈകൊണ്ട് കോരിയെടുത്താലും അതിൽ നജസ് കലരുന്നില്ല. അങ്ങനെ ഒരു യാതൊരു കുഴപ്പവുമില്ല. അവന്റെ കൈ കൊണ്ട് ജനാബത്തുകാരനായിരിക്കെ അവന്റെ കൈ കൊണ്ട് അവൻ വെള്ളം കോരിയെടുക്കുകയോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ സ്പർശിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും തന്നെ നജസ് ഉണ്ടാകുന്നില്ല. കാരണം ഇന്നൽ മുഅ്മിൻ ലാ യൻജുസ്, മുഅ്മിന് നജസ് ഉണ്ടാവുകയില്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അവന്റെ തടി നജസാവുകയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരു നജസ് തട്ടിയാൽ അവന്റെ കയ്യിലേക്ക് നജസ് ആവുകയില്ല എന്നതല്ല. മറിച്ച് ഒരു മുഅ്മിൻ, വേറെ ഹദീസിൽ കാണാം, അവൻ ഹൈ ആയാലും മയ്യിത്തായാലും, അവൻ ഹൈ ആയാലും മയ്യിത്തായാലും, ജീവനോടെ ആയാലും മരണശേഷമായാലും അവൻ നജസാവുകയില്ല എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നു ഇത് മുഅ്മിൻ മാത്രമല്ല, ഈ ഹദീസിൽ മുഅ്മിൻ എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് മഫ്ഹൂമില്ല എന്ന് മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് കാഫിറായാലും, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ജീവനോടെ ആയാലും മരണപ്പെട്ടാലും അവൻ നജസാവുന്നില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ സ്പർശിച്ചാൽ, മരിച്ചതിന് ശേഷം സ്പർശിച്ചാൽ, ജീവിച്ചിരിക്കുന്ന സമയത്ത് മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ സ്പർശിച്ചാൽ അത് നജസാകുന്നില്ല, അദ്ദേഹം നജസാവുകയില്ല. മരണപ്പെട്ടാലും ജീവിച്ചിരിക്കുന്നാലും അവസ്ഥയിൽ നജസാവുന്നില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മരണപ്പെട്ട ഒരാളെ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ കുളിപ്പിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നജസ് പുറത്തുനിന്ന് അത് സ്പർശിച്ചാലല്ലാതെ ആ ശരീരം സ്പർശിച്ചതിന്റെ പേരിൽ അത് ജീവിച്ചിരിക്കുന്ന സമയത്താകട്ടെ മരിക്കുന്ന സമയത്താകട്ടെ ഒരിക്കലും നജസ് ഉണ്ടാവുകയില്ല എന്നുള്ളൊരു പാഠം ഇതിലുണ്ട്. രണ്ടാമത്തേത്, ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന് ജനാബത്തുകാരനായ തഹാറത്തിലല്ല, ശുദ്ധിയുള്ള ഒരവസ്ഥയിലല്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പാരായണം ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു തഹാറത്ത് ഉണ്ടാകാൻ, അതിനൊരു ആദരവ് നൽകുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. ഒരിക്കലും അത് നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. അതിൽ ഇത്തിഫാഖുണ്ട്. അഥവാ ഒരു ഹദീസ് ഗ്രന്ഥം സ്പർശിക്കുന്നതിനോ ഹദീസ് വായിക്കുന്നതിനോ ശുദ്ധി വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടുത്തോടുള്ള ഒരു ആദരവ് കാരണത്താൽ, അങ്ങേയറ്റത്തുള്ള ബഹുമാനം കാരണത്താൽ അവിടുത്തെ ഹദീസ് അത് വായിക്കുന്ന സന്ദർഭത്തിൽ പോലും നല്ല ശുദ്ധിയുള്ള വസ്ത്രം, നല്ല രൂപത്തിൽ, ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം തന്റെ ഹദീസ് ദർസ് നടത്തുന്ന സമയത്ത് ഏറ്റവും നല്ല വസ്ത്രമാണ് അദ്ദേഹം ധരിക്കുക. നല്ല രൂപത്തിൽ ബഖൂർ അവിടെ പുകയ്ക്കും. ആളുകൾക്ക് നല്ല രൂപത്തിൽ ഒരു എന്താ പറയാ നല്ല ഗന്ധവും മറ്റുമൊക്കെ ഉണ്ടാകുന്നതിന് അതിനോടൊരു ബഹുമാന സൂചകമായി അങ്ങനെ മോശമായ ഒരു സ്ഥലത്ത് വെച്ച് പോലും അദ്ദേഹം ഹദീസ് പറയുകയില്ല. നല്ല അവസ്ഥയിലായി ശുദ്ധിയായതിനു ശേഷം നല്ല വസ്ത്രത്തിൽ മാത്രമേ അദ്ദേഹം ഹദീസുകൾ പറയാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഫായിദയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ നജാസത്തുമായി ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടുത്തെ സംസാരങ്ങൾ അത് എടുത്തു പറയുന്ന സമയത്തും അങ്ങനെയുള്ള ബഹുമാനം നൽകേണ്ടതുണ്ട്. പക്ഷെ അത് നാം പറയുന്നു ഒരിക്കലും തന്നെ അതൊരു ഹുക്കുമല്ല. അങ്ങനെ വുളുവോട് കൂടിയേ ഹദീസ് ഗ്രന്ഥം സ്പർശിക്കാൻ പറ്റുമെന്നോ ഹദീസ് പറയാൻ പറ്റുമോ എന്നൊന്നും അങ്ങനെ വന്നിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ശരി, ഒരു ഹദീസ് കൂടി നമുക്ക് വായിക്കാം. അടുത്ത ഹദീസ്
ഈ ഹദീസിൽ അതുപോലെ തന്നെ ഒരു ഫായിദയെ കൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഫضل കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നൽ മുഅ്മിന ലാ യൻജുസ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മോശമാക്കുന്ന ആളുകൾ, അദ്ദേഹത്തിനെ ചീത്ത വിളിക്കുന്ന ഷിയാക്കളെ പോലെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയ ഒരാളെയാണ് മോശമാക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവർക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തറവാട് പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായ എന്തെങ്കിലും കാരണം കൊണ്ടല്ല. പൊതുവെ അങ്ങനെയുള്ള ആളുകൾ വലിയ ധന്യാഢരായ ആളുകളെയൊക്കെ മോശമാക്കി പറയാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ വിശപ്പ് കൊണ്ട് പ്രയാസപ്പെട്ട് ആ രൂപത്തിൽ ഇൽമു പഠിച്ചയാളാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മോശമാക്കി പറയുന്നത്? കാരണം അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. ആ ഹദീസിനെ അതിനെ തള്ളിക്കളയാൻ, ആ ഹദീസ് തള്ളിക്കളയുക വഴി ഖുർആനിനെ അവർക്ക് തോന്നിയ രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കാൻ, ഇതിനുവേണ്ടി മാത്രമാണ് അവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കുന്നത്. അതല്ലാതെ മറ്റൊന്നും അതിന്റെ പിന്നിലില്ല എന്ന് കാണാൻ സാധിക്കും. പിന്നീട് ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത ഒരാളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെയും തള്ളിക്കളയണം. അങ്ങനെ ഹദീസ് ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്ത ആളുകളൊക്കെ തള്ളിക്കളയണം. ഇവർ അംഗീകരിക്കുന്ന ആളുകൾ എടുത്തു നോക്കിയാൽ വളരെ വിരലെണ്ണാവുന്ന കുറച്ച് അവർക്ക് പറ്റിയ ഹദീസ് ഉള്ള ആരെങ്കിലും സഹാബത്തിന് അതുമാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ എന്ന് കാണാൻ സാധിക്കും. അടുത്ത ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് كان النبي صلى الله عليه وسلم إذا اغتسل من الجنابة غسل يديه ثم تولأ وضوءه للصلاة ثم اغتسل ثم يخلل بيديه الشعرة حتى إذا ظن أنه قد أروى بشرته أفاض عليه الماء 3 مرات ثم غسل سائر جسده. وقالت كنت أغتسل أنا ورسول الله صلى الله عليه وسلم من إناء واحد نغترف منه جميعا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുളി വിശദീകരിക്കുന്ന ഹദീസാണിത്. ഇതിൽ ഒന്നാമത്തെ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത്തെ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത് മൈമൂന ബിൻത് ഹാരിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയാണ് രണ്ടാമത്തെ ഹദീസ് വിശദീകരിച്ചിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ഹദീസ് കൂടി വായിച്ച് രണ്ടും കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഹദീസ് വായിക്കട്ടെ. മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ സൗജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹ ഖാലത്ത്, അവർ പറയുന്നു وضعت لرسول الله صلى الله عليه وسلم وضوء الجنابة فأكفأ بيمينه على يساره 2 أو 3 ثم غسل فرجه ثم ضرب يده بالأرض أو الحائط 2 أو 3 ثم تمضمض واستنشق وغسل وجهه وذراعيه ثم أفاض على رأسه الماء ثم غسل جسده ثم تنحى فغسل رجليه فأتيته بخرقة فلم يردها فجعل ينفض الماء بيده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു വിശദീകരിക്കുന്ന രണ്ട് ഹദീസുകളാണിത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു കൃത്യമായി ജനാബത്തുണ്ടായ ഒരു വ്യക്തി എങ്ങനെ കുളിക്കണം എന്ന് വിശദീകരിക്കുന്ന ഹദീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹദീസ് ഇതാണ്. കാരണം അവിടുത്തെ ഭാര്യമാർക്കാണ് ഏറ്റവും കൂടുതൽ നന്നായി അറിയാവുന്നത്. അതിലൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹ, അവർ പറയുന്നു കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എന്നാണ് ഇദാ ഇഗ്തസല മിനൽ ജനാബ, ജനാബത്തുകാരനായാൽ അവിടുന്ന് എങ്ങനെയാണ് കുളിക്കാറുണ്ടായിരുന്നത് കേട്ടോളൂ. ഗസല യദൈഹി, ആദ്യമായി 2 കൈകളും കഴുകും. സുമ്മ തവല്ലഅ വുളൂഅഹു ലിസ്സലാ, നിസ്കാരത്തിലേതെന്നുപോലെ പൂർണ്ണമായ വുളു എടുക്കും. അഥവാ കൈ കഴുകി അവസാനം കാലുവരെ കഴുകുന്ന രൂപത്തിൽ പൂർണ്ണമായി അവിടുന്ന് വുളു എടുക്കും. സുമ്മ ഇഗ്തസല, പിന്നീട് കുളിക്കും. ഇനി ആ കുളിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? സുമ്മ യുഖല്ലിലു ബിയദൈഹി ശഅറഹു, തന്റെ ഷഅർ മുടി 2 കൈകൾ കൊണ്ട് അവിടുന്ന് ഇങ്ങനെ ഇളക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഇളക്കി ചെയ്യുന്നത്? ഹത്താ ഇദാ വന്ന അന്നഹു ഖദ് അർവാ ബശ്റതഹു, ആ മുടിയുടെ താഴെ ഉണ്ടാകുന്ന തൊലിയിൽ വെള്ളമെത്തി എന്ന് വരുവോളം, അത് വരുവോളം. ഇവിടെ വന്ന എന്നാണ് ഉപയോഗിച്ചത്, അഥവാ ഒരു വന്ന് മതി, അല്ലാതെ യഖീന് വേണമെന്നില്ല. ഓരോ തലയോട്ടിയിലും വെള്ളമെത്തി എന്ന് യാതൊരു യഖീനും ആവശ്യമില്ല. വസ്വാസുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ പാഠമാണ്. വുളു ആകട്ടെ കുളിയാകട്ടെ എല്ലാം വന്നെ കൊണ്ടുപോയുള്ളൂ. ഓരോ കുളിക്കുന്ന സമയത്ത് എത്തി എന്ന് ഏകദേശം നമുക്ക് ധാരണ ഉണ്ടായാൽ മതി. അതല്ലാതെ യഖീനോടുകൂടി അവിടെ കണ്ണാടി വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പുറത്ത് ഓരോ ഭാഗത്ത് എത്തിയിട്ടുണ്ടോ, തലയിൽ ഓരോ ഭാഗത്ത് എത്തിയിട്ടുണ്ടോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വന്ന എന്ന് പ്രയോഗിച്ചത് പണ്ഡിതന്മാർ പറയുന്നു ആ വന്ന് തന്നെ ധാരാളമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഖദ് അർവാ ബശ്റതഹു, തന്റെ തൊലിയിലേക്ക് എത്തുന്നതിന് അഫാദ അലൈഹിൽ മാഅ 3 മറാത്ത്, 3 തവണ തലയിലേക്ക് വെള്ളം ഒഴിച്ചു. സുമ്മ ഗസല സായിറ ജസദിഹി, പിന്നീട് ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും കഴുകുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു കുൻതു അഗ്തസിലു അന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദ്, ഞാനും അല്ലാഹുവിന്റെ റസൂലും ഒരൊറ്റ പാത്രത്തിൽ നിന്നാണ് കുളിക്കാറുണ്ടായിരുന്നത്. നഗ്തരിഫു മിൻഹു ജമീഅൻ, അത് രണ്ടിൽ നിന്നും നമ്മൾ കോരി കുളിക്കും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഈ ഹദീസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്
ആദ്യം 2 കൈകൾ കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 2 കൈകൾ അതിൽ എന്തെങ്കിലുമൊക്കെ നജസോ മറ്റോ കയ്യിലുണ്ട് എങ്കിൽ വെള്ളത്തിലേക്ക് വുളു എടുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് കൈയെടുക്കുന്നതിന് മുമ്പ് 2 കൈകളും കഴുകാൻ പറഞ്ഞതാണ്. പിന്നീട് നിസ്കാരത്തിൽ എന്നതുപോലെ പൂർണ്ണമായി വുളു എടുക്കുക എന്ന് പറഞ്ഞു. ഈ ഹദീസിൽ ലൈംഗിക അവയവം വൃത്തിയാക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അത് മറ്റ് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നീട് സാധാരണ രൂപത്തിൽ കുളിക്കുക, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ കുളിക്കുക. പിന്നീട് തലയുടെയും അതുപോലെ തന്നെ തലയുടെയും അതുപോലെ തന്നെ താടിയുടെയും എല്ലാം തന്നെ ഉള്ളിലേക്ക് വെള്ളം എത്തുന്നതിന് വേണ്ടി കൈകൾ കൊണ്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക എന്ന് കാണാൻ സാധിക്കും. ഇവിടെ പറഞ്ഞു തലയിലേക്ക് അഫാദ അലൈഹിൽ മാഅ സലാസ മർറാത്ത്, 3 തവണ തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കുക എന്ന് പറഞ്ഞു. അത് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അവിടെ 3 വെള്ളം ഒഴിച്ചതായി കാണാൻ സാധിക്കും. അഥവാ തലയുടെ വലതുഭാഗം അത് ആരംഭിക്കുക. കാരണം നേരത്തെ ഒരു ഹദീസിൽ പഠിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹിബ്ബുഹു അത്തയമ്മുൻ ഫീ തനഉലിഹി വതറജ്ജുലിഹി വഫീ തുഹൂരിഹി വഫീ ശഅനിഹി കുല്ലിഹി. അവിടുന്ന് എല്ലാ കാര്യത്തിലും ചെരുപ്പ് ധരിക്കുമ്പോഴും മുടി ധരിക്കുമ്പോഴും മുടി ചീകുമ്പോഴും ശുദ്ധി വരുത്തുമ്പോഴും ഒക്കെ വലതിനെ മുന്തിച്ചിരുന്നു എന്നാണ്. ഇത് ശുദ്ധി വരുത്തുന്ന ഒരു കാര്യമാണ്, കുളിയാണ്. അപ്പൊ വലതുഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നീട് ഇടതുഭാഗത്ത് ഒഴിക്കുക, പിന്നീട് നടുവിൽ ഒഴിക്കുക. ആ രൂപത്തിൽ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. ചിലർ പറഞ്ഞു 3 തവണ തലയിലേക്ക് മൊത്തമായി ഒഴിക്കുക എന്ന് തന്നെയാലും 3 തവണ തലയിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ്. സുമ്മ ഗസ്സല സായിറ ജസദി, പിന്നീട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഒഴിക്കുക. എന്നാൽ മറ്റു ഭാഗങ്ങളിൽ 3 തവണ കഴുകുക എന്നുള്ളത് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എല്ലാ ഭാഗങ്ങളും 3 തവണ കഴുകണം എന്നില്ല. ഇത് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുളി റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുന്ന് 1 സാओ മറ്റോ ഒക്കെയാണ് വെള്ളം ഉപയോഗിച്ചത്. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പൊ അധികം ഒരുപാട് വെള്ളം ഉപയോഗിച്ചു എങ്കിൽ എല്ലാ ഭാഗത്തും വെള്ളം 3 തവണ കഴുകണമെങ്കിൽ ഒരുപാട് വെള്ളം വേണം. അവിടുന്ന് വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ഭാഗത്തും എത്തുക എന്നുള്ളതാണ് ഇതിൽ ഉള്ളത് എന്ന് കാണാം. ഇനി ഹദീസിൽ നിന്നും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വുളുഇന് 2 രൂപമുണ്ട്. ഒന്ന് സിഫത്തുൻ മുജ്സി, 2 സിഫത്തുൻ കാമിൽ. മുജ്സിയാകുന്ന അഥവാ വുളു, ഒരാളുടെ കുളി ശരിയായി, അയാൾക്ക് അതുകൊണ്ട് നിസ്കരിക്കുക എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് വേണ്ട കുളി, അതിന് ഒറ്റൊരു ഷർത്തു മാത്രമേ ഉള്ളൂ. അഥവാ തഅമീമുൽ ബദനി കുല്ലി, ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തിലും വെള്ളമെത്തിയാൽ അത് മാത്രം മതി. ഒരാൾ ജനാബത്ത് നീങ്ങണമെന്നുള്ള നിയ്യത്തോടുകൂടി ഷവർ ഓപ്പണാക്കി മുഴുവൻ ശരീരഭാഗത്തിലേക്കും വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജനാബത്ത് കുളി ആയി. അയാൾക്ക് നിസ്കരിക്കാം, എല്ലാം ചെയ്യാം, എല്ലാ കാര്യങ്ങളും അത് ചെയ്യാം. ഇത് മുജ്സിയാകുന്ന കാര്യമാണ്. എന്നാൽ സിഫത്തുൻ കാമിൽ, പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ, പൂർണ്ണമായ സുന്നത്തുകൾ എടുത്ത് ചെയ്യണമെങ്കിൽ ഈ ഹദീസുകളിൽ വന്ന രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട്. ഈ ഹദീസിൽ വന്ന രൂപത്തിൽ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് കൂടി വായിക്കാം. രണ്ടാമത്തെ ഹദീസ് നമുക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ മൈമൂന റളിയല്ലാഹു അൻഹ സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹ ഖാലത്ത്, അവർ പറഞ്ഞു വദഅതു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളുഅൽ ജനാബ, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനാബത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന വളു എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. വുളു എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയാണെങ്കിൽ വളു എന്ന് പറഞ്ഞാൽ ആ വെള്ളമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഒരുക്കി കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഓരോ കാര്യങ്ങളും അവർ നിരീക്ഷിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഫഅഖഫ ബിയമീനിഹി അലാ യസാരിഹി മറത്തൈനി വസലാസ, 2-3 പ്രാവശ്യം വലത് കൈകൊണ്ട് ഇടത് കൈയിലേക്ക് 2-3 പ്രാവശ്യം എന്ത് ചെയ്തു? കൈ കഴുകി. ഇടത് കൈയാണ് കഴുകുന്നത്, വലത് കൈകൊണ്ട്. സുമ്മ ഗസല ഫർജഹു, പിന്നീട് ലൈംഗികാവയം വൃത്തിയാക്കി. പണ്ഡിതന്മാർ പറയുന്നു ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ജനാബത്ത് കുളിയുടെ നിയ്യത്ത് വെക്കുക. ലൈംഗികാവയം വൃത്തിയാക്കുന്ന സമയത്ത് ജനാബത്ത് കുളിയുടെ നിയ്യത്ത് വെക്കണം. കാരണം അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് വുളു എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് സ്പർശിക്കേണ്ടതില്ല. കാരണം വുളു മുറിയാവുന്ന ഒരു കാരണത്തിൽപ്പെട്ടതാണ് ലൈംഗികാവയം സ്പർശിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് ഒരാൾ വൃത്തിയാക്കിയാൽ പിന്നീട് അയാൾക്ക് തൊടേണ്ട ഒരവസ്ഥയും വരുന്നില്ല. സുമ്മ ഗസല ഫർജഹു സുമ്മ ളറബ യദഹു ബിൽ അർദ്, പിന്നീട് കൈ ഭൂമിയിലേക്ക് ഒരച്ചു എന്നാണ് പറയുന്നത്. ഭൂമിയിലേക്ക് അടിച്ചു. ഔൽ ഹായിദ്, അല്ലെങ്കിൽ ചുമരിൽ. മറത്തൈനി വസലാസ, 2-3 പ്രാവശ്യം എന്നവർ ശക്കുണ്ട്, അവർക്ക് സംശയമുണ്ട്. അവർ പറഞ്ഞു 2-3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്താണോ അതല്ല ചുമരിലാണോ എന്നറിയില്ല, അങ്ങനെ കൈവരിച്ചു. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ലൈംഗികാവയം സ്പർശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പശപശപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ മനീന്റെ അംശമുണ്ടെങ്കിൽ പശപശപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് പിന്നീട് വൃത്തിയാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. പണ്ഡിതന്മാർ പറയുന്നു ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. മറിച്ച് നമുക്ക് സോപ്പോ അതല്ലെങ്കിൽ അതിന്റെ മക്കാമിലുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മതിയായതാണ്. അതിന്റെ ആ ഒരു പശപശപ്പില്ലാതിരിക്കാൻ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. സുമ്മ തമൽമൽ വസ്തൻഷക്, പിന്നീട് ഇസ്തിൻഷാക്കും അതുപോലെ തന്നെ മൽമലത്തും, വായിൽ വെള്ളം കുപ്പിക്കുകയും
മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക എന്ന കാര്യം ചെയ്തു. നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം അത് സൂചിപ്പിക്കാനുണ്ട്. ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും കുളിക്കുക എന്നതിനോടൊപ്പം മൗമളത്തും ഇസ്തിൻഷാക്കും അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയതാണ്. അപ്പോൾ കുളിക്കുന്ന സമയത്ത് സിഫത്തുൻ മുജ്സി മതിയായ അഥവാ ഒരാളുടെ കുളി ശരിയായി എന്നുള്ളതിന് മുഴുവൻ ശരീരം നനയുന്നതിനോടൊപ്പം അയാളുടെ വായിൽ വെള്ളം കുപ്പിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അതിനുള്ള തെളിവ് നാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖം കഴുകാനാണ് പറഞ്ഞിട്ടുള്ളത് കുളിക്കുന്ന സമയത്ത്. എന്നാൽ ആ മുഖത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് വായയും മൂക്കും, അല്ലെ? അത് മുഖത്തിന്റെ ബാഹ്യമായിട്ടാണ് പ്രയോഗിക്കപ്പെടുക, അത് ലാഹിറല്ല. കാരണം അത് നോമ്പിന്റെ സമയത്ത് നമ്മൾ അതേ ഹുക്കുമാണ് കൊടുക്കുന്നത്. ഒരാൾ വെള്ളം വായിലെത്തിച്ചാൽ നമ്മൾ നോമ്പ് മുറിഞ്ഞു എന്ന് പറയാറില്ല. കാരണം അതിന്റെ ലാഹിറിന്റെ ഹുക്കുമാണ്, ബാഹ്യമായ ഒരു വസ്തുവിന്റെ ഹുക്കുമാണ്. അതുകൊണ്ട് തന്നെ അത് ലാഹിറിന്റെ ഹുക്കുമാണ്. അതുകൊണ്ട് മുഖം കഴുകുന്ന സമയത്ത് വായിൽ വെള്ളം കുപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും നിർബന്ധമാണ്. അതുകൊണ്ട് അത് കുളിയിലും നിർബന്ധമായ കാര്യമാണ്, അത് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അയാളുടെ കുളി പൂർണ്ണമായിട്ടില്ല എന്നാണ്. അയാൾ വീണ്ടും അത് ചെയ്യേണ്ടി വരും. ചില മദ്ഹബുകളിൽ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ശരിയായ പല ഉലമാക്കളും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഇവിടെയും പറഞ്ഞു. സുമ്മ തമൽമള വസ്തൻശക, വായിൽ വെള്ളം കൊപ്പിച്ചു, അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. വഗസല വജഹു വദിറാഇഹി, മുഖവും രണ്ട് കൈകളും മുട്ടുൾപ്പെടെ കഴുകി. സുമ്മ അഫാള അലാ റഅസിഹി അൽമ, പിന്നീട് തലയിലേക്ക് വെള്ളം കോരിയൊഴിച്ചു. സുമ്മ ഗസല ജസദഹു, പിന്നീട് ശരീരം കഴുകി. സുമ്മ തനഹ, ആ സ്ഥലത്ത് നിന്നും അല്പം മാറി. ഫഗസല റിജ്ലൈഹി, പിന്നീട് കാല് കഴുകി എന്നാണുള്ളത്. അഥവാ ഈ ഹദീസിൽ കാല് ആദ്യം കഴുകിയിട്ടില്ല. വുളു പൂർണ്ണമായി എടുത്തതിന് ശേഷമല്ല കാല്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് കാല് ആദ്യം കഴുകിയോ ഇല്ലേ എന്നുള്ളത് അറിയുകയില്ല, ചിലപ്പോൾ അങ്ങനെ കഴുകിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇത് രണ്ടാമത് കഴുകിയിട്ടുള്ളതാവാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതല്ല, ആദ്യം കാല് കഴുകിയിട്ടില്ല, ഇത് രണ്ടാമത് കഴുകിയതാണ്. എന്നിരുന്നാലും പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചെയ്തത് വുളു പൂർണ്ണമായി എടുത്തതിന് ശേഷം കുളിക്കുക എന്നുള്ളതാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പ്രയോഗിച്ചത് കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദക്തസൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുന്ന. കാന എന്ന അറബി ഭാഷയിൽ അത് സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ്. സ്ഥിരമായ ഒരു പ്രവർത്തനം ഉണ്ടാകുന്ന സമയത്ത് കാന ഉപയോഗിക്കാൻ, അതല്ലാത്ത അർത്ഥവും ഉണ്ട്. എന്നാൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിന് കാന ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ സ്ഥിരമായ പ്രവർത്തനം എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. അതുകൊണ്ട് അതാണ് മുഖദ്ദം. ഇവിടെ മറ്റൊരു കാരണം കൂടി പണ്ഡിതന്മാർ പറയുന്നു. മൈമൂന റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ ആ ഹദീസിൽ കാല് മാറി നിന്ന് കഴുകാനുള്ള കാരണം അന്നത്തെ ബാത്റൂമൊക്കെ അവിടെ വെള്ളം കുളിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ തന്നെ നിൽക്കും. കാരണം അടിയിൽ നിലമാണ്, ചെളിയാണ്. അതുകൊണ്ട് തന്നെ മാറി നിന്ന് കഴുകിയാൽ മാത്രമാണ് അതിന്റെ ആ നജസുകളിൽ നിന്നെല്ലാം മുക്തമായി, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിന്നുള്ള മൊത്തം മുക്തമായി കാല് കഴുകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതേ ഹുക്കുമിനുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അതല്ല എങ്കിൽ പൂർണ്ണമായി വുളൂഎടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യലാണ് അഫ്ളൽ. പക്ഷെ രണ്ട് രൂപവും അത് ജായിസാണ് എന്ന് എല്ലാ ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അവസാനം കാല് കഴുകിയാലും ആദ്യമേ കാല് കഴുകിയാലും രണ്ടും ജായിസാണ്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിവായത്തിൽ വന്നതുപോലെ ആദ്യം മുഴുവനായി ചെയ്ത് പിന്നീട് കുളിക്കുക എന്നുള്ളതാണ് കൂടുതൽ ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. ഫഗസല റിജ്ലൈഹി, എന്നിട്ട് മൈമൂന റളിയല്ലാഹു അൻഹ പറയുകയാണ് ഫഅതൈതുഹു ബിഖിർഖത്തിൻ, ഞാനൊരു ടവലുമായി അഥവാ ശരീരം തുടർത്തിക്കളയാൻ ഞാനൊരു തുടക്കാൻ വേണ്ടി ഒരു ടവലുമായി പോയി. ഫലം യുരിദ്ഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് അത് ആവശ്യമുണ്ടായിരുന്നില്ല. ഫജഅല യൻഫുൽ മാഅ ബിയദിഹി, അദ്ദേഹം കൈകൊണ്ട് തന്നെ വെള്ളം വടിച്ചു കളയുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടവൽ ഉപയോഗിച്ചില്ല എന്നുള്ളതുകൊണ്ട് സ്ഥിരമായി ടവൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു സുന്നത്തായി വരുന്നില്ല. കാരണം ടവൽ ഉപയോഗിക്കുക എന്നുള്ളതിൽ ഒരുപാട് ഫായിദയുണ്ട്. പ്രത്യേകിച്ചും തണുപ്പുള്ള സമയത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടവൽ ഉപയോഗിച്ച് തുടച്ചു കളയുക എന്നുള്ളതാണ് നന്നായിട്ടുള്ള, ശരീരത്തിന് നല്ലതാണ്. അതുകൊണ്ട് തുടക്കാതിരിക്കുക എന്നുള്ളത് പൂർണ്ണമായ നിരുപാധികമായ ഒരു സുന്നത്തല്ല. ഇതൊരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടുള്ള ഒരു കാലഘട്ടത്തിൽ ചെയ്തതായിരിക്കാം. അതല്ലാത്ത ചില സമയത്ത് ടവൽ ഉപയോഗിച്ചതായിട്ടുമൊക്കെ വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ഹദീസിൽ വന്നൊരു വാക്ക് ഫലം യുരിദ്ഹ എന്ന് വന്നതായി കാണാൻ സാധിക്കും. ഇത് അറബി ഭാഷയിൽ ഈ യുരിദ്ഹ എന്നുള്ള വാക്കിന് ഹറക്കത്തിട്ടിട്ടില്ല എങ്കിൽ അത് ഫലം യറുദ്ദഹ എന്ന് വായിക്കാം. പണ്ഡിതന്മാർക്കിടയിൽ ഈ ഒരു ഹദീസിന്റെ ലഫ്സ് രണ്ടായി വായിച്ചൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഫലം യുരിദ്ഹ എന്നാണ്, ചിലർ ഫലം യറുദ്ദഹ എന്നാണ്. ഫലം യുരിദ്ഹ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ്. കാരണം അറാദ യുരീദു ലം യുരീദ് എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം. ഫലം യറുദ്ദഹ, റദ്ദ യറുദ്ദു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മടക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാണ് ശരിയായ രൂപമെന്ന്? യുരിദ്ഹ എന്നുള്ളതാണ് ശരിയായി കാണുന്നത്. ഇത് ഈ ഒരു ഭാഗം പറയുന്ന സമയത്ത് മദീനയിൽ ഫിഖഹിന്റെ ഉസ്താദായി ഉണ്ടായിരുന്ന നമ്മുടെ ഉസ്താദ് അദ്ദേഹം പറയുകയുണ്ടായി, അതായത് സമയത്ത് നടന്ന ഒരു വിഷയമാണ്. അവർ ഇങ്ങനെ ജാമിഅ ഇസ്ലാമിയയിൽ പഠിക്കുന്ന സമയത്ത്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്
അവരിങ്ങനെ മറ്റു പല വിഷയങ്ങൾ പഠിക്കുമ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഇതുവരെ ബുഖാരി വായിച്ചിട്ടില്ല, സഹീൽ ബുഖാരി വായിച്ചില്ല, നമ്മൾ ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ട്, മറ്റു പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യും, നമ്മൾ ഇന്ന് വരെ സഹീൽ ബുഖാരി തുറന്ന് വായിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഈ വെക്കേഷനിൽ അത് വായിക്കണം എന്ന് പറയുകയുണ്ട്. പറഞ്ഞത് ഒരു വിദ്യാർത്ഥി അബ്ദുള്ള എന്നാണ് അദ്ദേഹം, അബ്ദുള്ള എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര്. ഈ അബ്ദുള്ള അതുപോലെ തന്നെ വേറെയും ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു അവരുടെ ക്ലാസ്സിൽ, വേറൊരു അബ്ദുള്ള ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അബ്ദുള്ള, രണ്ടുപേരുടെയും അബ്ദുള്ള എന്നുള്ള പേര് കൺഫ്യൂഷൻ ആയതിനാൽ ഒരു വിദ്യാർത്ഥി ഹോസ്റ്റലിൽ താമസിക്കുന്നതാണ്, അതുകൊണ്ട് അവന്റെ പേര് അബ്ദുള്ള ഇബ്നു സക്കൻ എന്നാക്കി. അവർ ഇബ്നു സക്കൻ എന്ന് വിളിക്കാൻ തുടങ്ങി. സക്കൻ എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ്, ഇബ്നു സക്കൻ എന്ന് വിളിക്കാൻ തുടങ്ങി. മറ്റേ അബ്ദുള്ള എന്നറിയപ്പെടും. അങ്ങനെ ഇവരിത് വായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബുഖാരിയിലെ അധ്യായങ്ങൾ വായിച്ചു തുടങ്ങി. ബാബുൽ ഗുസ്ലെത്തി, ഈ ഗുസ്ലു മിനൽ ജനാബ ഈ അധ്യായമെത്തി. ഈ ഹദീസ് വായിച്ചു. ഈ ഹദീസ് വായിക്കുന്ന സമയത്ത് അബ്ദുള്ള അദ്ദേഹം ഫലം യുരിദ്ഹ എന്ന് വായിച്ചു. അഥവാ സാധാരണ അബ്ദുള്ള, മറ്റേ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഇബ്നു സക്കനാണ്. അദ്ദേഹം പറഞ്ഞു ഫലം യറുദ്ദഹ എന്നാണ്, ഫലം യറുദ്ദഹ എന്നാണ്. ഇവർ രണ്ടും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലെ, കാരണം ഹറക്കത്തുള്ളതുകൊണ്ട് നമ്മളിത് ഫലം യുരിദ്ഹ എന്ന് വായിക്കും. അല്ല എങ്കിൽ എന്ത് വായിക്കണം എന്നുള്ളത് നമുക്ക് വായിക്കുന്ന ആൾക്കറിയാം, എന്താണ് അതിന്റെ ഹറക്കത്ത് എന്ന് അറിയില്ല എങ്കിൽ കൺഫ്യൂഷൻ ആകും. അപ്പൊ അതിൽ ഒരാൾ ഫലം യറുദ്ദഹ എന്ന് വായിച്ചു, അഥവാ ഇബ്നു സക്കൻ യറുദ്ദഹ എന്ന് വായിച്ചു. മറ്റേ ആൾ പറഞ്ഞു അല്ല ഫലം യുരിദ്ഹ എന്നാണ്. അവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, സംശയം തീർക്കാൻ നമുക്ക് സഹീൽ ബുഖാരിയുടെ ഷറഹായ ഫത്ഹുൽ ബാരി എടുക്കാം. ഫത്ഹുൽ ബാരിയെ കുറിച്ച് ഇമാം ഷൗക്കാനി റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരിക്കൽ ബുഖാരിക്ക് ഒരു ഷറഹ് എഴുതുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാ ഹിജ്റത ബഅദൽ ഫത്ത്, അഥവാ ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണ് ഫത്ഹിന് ശേഷം, മക്കം ഫത്തിന് ശേഷം മക്കാർക്ക് പിന്നെ ഹിജ്റ ഇല്ല, അതുപോലെ ഫത്ഹുൽ ബാരി വന്നതിന് ഇപ്പൊ ഞാനൊരു ഷറഹ് എഴുതേണ്ടതില്ല എന്ന് ഇമാം ഷൗക്കാനി റഹിമഹുള്ള പറഞ്ഞു. അത്രയും വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ. അപ്പൊ ഫത്ഹുൽ ബാരി അവർ വായിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഷറഹ് എടുത്തു നോക്കി. അപ്പൊ ആ സമയത്ത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള ഫത്ഹുൽ ബാരിയുടെ സാഹിബാണ്. അദ്ദേഹം ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫലം യുരിദ്ഹ എന്നതാണ് ശരിയായിട്ടുള്ളത്. വഗലത ഇബ്നു സക്കൻ ബിത്തശ്ദീദി ഫലം യറുദ്ദഹ, ഇബ്നു സക്കൻ പറഞ്ഞത് ഫലം യറുദ്ദഹ എന്നുള്ളത് അത് തെറ്റാണ് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അവിടെ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഉദ്ദേശിച്ച ഇബ്നു സക്കൻ എന്ന് പറയുന്നത് മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പേര് അബു അലി സഈദ് ഇബ്നു ഉസ്മാൻ ഇബ്നു സഈദ് അസ്സഖൻ ഇബ്നു സക്കൻ റഹിമഹുള്ളയാണ്. അപ്പൊ അദ്ദേഹം ഈ റിവായത്താണ് ഉദ്ധരിച്ചത്. അദ്ദേഹത്തിന് സഹീഹ് ഇബ്നു സക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമൊക്കെ ഉണ്ട്, സഹീഹ് ബുഖാരിയൊക്കെ പോലെ. അപ്പൊ അദ്ദേഹത്തിന് അതിന് തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഇബ്നു സക്കൻ എന്ന് പറയുന്ന അബ്ദുള്ള, ഇവന് ഇതേ തെറ്റാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവൻ വലം യറുദ്ദഹ എന്നാണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും തർക്കത്തിൽ പോയപ്പോൾ അവസാനം ഈ മറുപടി കിട്ടി. അപ്പോ ആ വാസ്തവ അതായത് ഇബ്നു ഹജർ വരെ നിനക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഗലത ഇബ്നു സക്കൻ എന്ന് തന്നെ അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മസലകൾ എത്രത്തോളം അതിന്റെ ആ ഒരു തമാശ മനസ്സിലായിട്ടുണ്ട് എന്നറിയില്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും സുന്നത്തനുസരിച്ച് നമ്മുടെ അമലുകൾ ചിട്ടപ്പെടുത്താനും തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.